നമ്മുടെ സംസ്ഥാനവും രാജ്യവും ലോകവും ഇന്ന് കൊറോണ എന്ന മഹാമാരിയെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 മഹാമാരികളെയാണ് നാം നേരിടേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഭക്ഷ്യപ്രതിസന്ധി. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കേരളത്തെ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്ത സംസ്ഥാനമായി മാറ്റുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളം പദ്ധതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൈറ്റ്സ് ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര കാർഷിക പദ്ധതിയാണ് പുനർജനി. പുനർജനി പദ്ധതിയുടെ ഭാഗമായി വളരെ സമകാലിക പ്രാധാന്യമുള്ള കേരളത്തിലെ ഭക്ഷ്യമേഖല സ്വയം പര്യാപ്തതയുടെ ആവശ്യകതയും വെല്ലുവിളികളും എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വെബിനാർ നടത്തുന്നത്. സംസ്ഥാന കാർഷിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ വെബിനാറിൽ ഈ മേഖലയിലെ വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നമ്മളുമായി സംബന്ധിക്കാൻ എത്തുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ട് കൈറ്റ്സ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഫോർ എൻവയോൺമെന്റ് ഗോപിക സുരേഷ് നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം. നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള നമ്മുടെ APJ അബ്ദുൽ കലാം സാർ. കലാം സാറിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15-ാം തീയതി രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് കൈറ്റ്സ് ഫൗണ്ടേഷൻ. അപ്പോൾ കൈറ്റ്സ് ഫൗണ്ടേഷൻ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലായതുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേര് നമ്മുടെ ഫൗണ്ടേഷൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ മേഖലകളായിട്ടുള്ള കാർഷിക രംഗം, പരിസ്ഥിതി, സാംസ്കാരിക മേഖല, കലാ സാഹിത്യ മേഖല, വിദ്യാഭ്യാസ രംഗം, മാധ്യമരംഗം തുടങ്ങിയിട്ടുള്ള വിവിധ രംഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതിൽ ഒരു പദ്ധതിയാണ് പുനർജനി. കാർഷിക രംഗം കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പുനർജനി. അപ്പോൾ നമ്മുടെ കേരള സർക്കാർ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പുനർജനി പദ്ധതി കൈറ്റ്സ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ പദ്ധതിയുടെ കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ പുനർജനി പദ്ധതിയുടെ ഉദ്ഘാടനം ഓൾറെഡി കഴിഞ്ഞു. നമ്മുടെ പരിസ്ഥിതി ദിനമായ ജൂൺ 5-നായിരുന്നു ഈ പദ്ധതിയുടെ പുനർജനിയുടെ ഉദ്ഘാടനം. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കയ്പമംഗലം MLA ET സൈമൺ മാസ്റ്റർ ഒരു ചെടി നട്ടുകൊണ്ടാണ് പുനർജനി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കാർഷിക മന്ത്രിയായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ സാറ് ഒരു സന്ദേശം നൽകിക്കൊണ്ട് നമ്മുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ എന്താണ് പുനർജനി പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സമഗ്ര കാർഷിക പദ്ധതിയാണ്. അതായത് ഈ വർഷം ജൂൺ 5-നാണ് തുടങ്ങിയത്. അടുത്ത വർഷം മെയ് വരെ, അതായത് ഒരു വർഷം സമയം കൊണ്ട് നമ്മളാൽ സാധ്യമാകുന്ന രീതിയിൽ കേരളത്തിൻ്റെ ഭക്ഷ്യമേഖലയിലേക്ക് സംഭാവന ചെയ്യുക. അതാണ് നമ്മുടെ പുനർജനിയുടെ ലക്ഷ്യം. അപ്പോൾ 1000 ഏക്കർ നിലത്തിൽ, 1000 ഏക്കർ തരിശു നിലത്തിൽ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളായിട്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന 1000 ഏക്കർ തരിശു നിലത്തിൽ കൃഷി ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ കൃഷിയിലേക്ക്, കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. അവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വയം ഭക്ഷ്യപര്യാപ്തത എന്നുള്ള ഒരു ലക്ഷ്യം സാധ്യമാവുള്ളൂ. അപ്പോൾ അവരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ പുനർജനി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതായത് മികച്ച കർഷകർക്ക് അവാർഡുകൾ കൊടുക്കുക, അതുപോലെ കലാകായിക മത്സരങ്ങൾ, പിന്നെ പലതരം സെമിനാറുകൾ, അങ്ങനെ തുടങ്ങി പല പദ്ധതികളും പുനർജനിയുടെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ ജൂൺ 5-ന് കുറച്ച് നാളുകളായിട്ടുള്ളൂ നമ്മുടെ പദ്ധതി തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മൾക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്, കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, കാർഷിക നിലം തരാം, നിങ്ങൾക്ക് കൃഷി ചെയ്തോളൂ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിലം തരാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കേരളം 2 കൈയും നീട്ടി സ്വീകരിച്ചതിൽ നമുക്ക് ഒരുപാട് പ്രചോദനമാവുകയാണ്.
അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ വേണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും കൃഷിയിലേക്ക് കടന്നു വരണം. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള സെമിനാറുകളും വെബിനാറുകളും ഒക്കെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ പുനർജനിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വെബിനാറും സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പുനർജനി അല്ലെങ്കിൽ സുഭിക്ഷ കേരള പോലുള്ള പദ്ധതികൾ നമ്മൾ നടത്തുന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവും. നമ്മുടെ നാട് ഒരു തുടർച്ചയായിട്ട് നമ്മുടെ നാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേ കൊറോണ, അത് മാറുന്നില്ല, കൊറോണ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് 2 വർഷം ഫ്ലഡ് ഉണ്ടായിരുന്നു. ഈ വർഷത്തെ അവസ്ഥ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 2 വർഷം ഫ്ലഡ് ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മളെ സഹായിച്ച നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിരുന്നു. അവിടെ നിന്നും നമുക്ക് ഒരുപാട് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളൊക്കെ വന്നതുകൊണ്ട് ആണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ കൊറോണ വന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ അതിർത്തിയൊക്കെ അടച്ചിട്ടപ്പോൾ പുറത്തുനിന്ന് ലോറിയൊക്കെ വരാതായപ്പോൾ, പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ നിറച്ച ലോറിയൊക്കെ വരാതായപ്പോൾ നമ്മൾ ഭക്ഷ്യക്ഷാമം ചെറുതായിട്ടൊന്ന് അനുഭവിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ താപനില വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താപനില വ്യത്യാസം ഉണ്ടായ സമയത്ത് നമ്മുടെ കാർഷിക മേഖലയെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളെയാണ്. തമിഴ്നാടിനെയും കർണാടകയും ഒക്കെ നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നഗരവൽക്കരണവും വ്യവസായവൽക്കരണമൊക്കെ വന്നപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. നമ്മുടെ കാർഷിക ഭൂമി വലിയ രീതിയിൽ കുറഞ്ഞു. നമ്മുടെ കൃഷി ചെയ്യുന്ന രീതികൾ മാറി, കൃഷികളും കുറഞ്ഞു. മറ്റു പ്രത്യാഘാതങ്ങൾ കൃഷിയിൽ മറ്റ് പ്രത്യാഘാതങ്ങൾ, അതായത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ അതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ വന്നപ്പോൾ അത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയാണ് ബാധിക്കാൻ തുടങ്ങിയത്. പക്ഷെ നമ്മുടെ പോപ്പുലേഷൻ അതിനനുസരിച്ച് കുറയുന്നുണ്ടായില്ല. പോപ്പുലേഷൻ കൂടുകയും ഭക്ഷ്യ വിഭവങ്ങൾ കുറയുകയും ചെയ്തപ്പോൾ നമ്മുടെ പോപ്പുലേഷനും ഭക്ഷണവും തമ്മിലുള്ള ബാലൻസ് തെറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇനി നമ്മൾ കൂടുതൽ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ഭക്ഷ്യമേഖല അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ നമുക്കത് നമുക്ക് മറികടക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഭക്ഷ്യക്ഷാമം വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരും. പിന്നെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ് ഭക്ഷ്യക്ഷാമം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സുഭിക്ഷ കേരളം, പുനർജനി പോലുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണം. എല്ലാവരും തന്നെ കാർഷിക മേഖലയിലേക്ക് കടന്നു വരണം. അപ്പോൾ ഇന്നത്തെ വെബിനാർ നമ്മൾ പുനർജനിയുടെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഈ വെബിനാറിൽ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കാർഷിക മന്ത്രിയായ ഡോക്ടർ വി എസ് സുനിൽകുമാർ സാറാണ്. അതുപോലെ തന്നെ നമ്മുടെ വെബിനാറിൽ ഒരുപാട് വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്. പല വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് ഡോക്ടർ ശേഖർ ലൂക്കോ കുര്യാക്കോസ് സാറ്, ഡോക്ടർ GSLHV പ്രസാദ് റാവു സാറ്, ഡോക്ടർ ഇന്ദിരാദേവി മാഡം, ഡോക്ടർ ജിജു പി അലക്സ് സാറ്, ഡോക്ടർ ഗോപകുമാർ ചോലയിൽ, ഡോക്ടർ അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ സാറ് തുടങ്ങിയവരാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ വെബിനാറിൽ ചേരുന്നവർ. അപ്പോൾ എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, എല്ലാ ശ്രോതാക്കളും എല്ലാവരും ഈ വെബിനാർ കാണണം. കാരണം നമ്മുടെ ഭാവിയിലേക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ പേരിൽ സ്വാഗതം. കേരളത്തിലെ ഭക്ഷ്യമേഖല സ്വയം പര്യാപ്തതയുടെ ആവശ്യകതയും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടക്കുന്ന ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കാർഷിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പുനർജനി എന്നൊരു വലിയ പരിപാടി സംഘടിപ്പിക്കുകയാണ്. നിരവധി ചെറുപ്പക്കാരും അതുപോലെ തന്നെ കൃഷിയോടും പ്രകൃതിയോടും സ്നേഹമുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് സുഭിക്ഷ കേരളം എന്ന ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ച് വരുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. അത് യാദൃശ്ചികമായിട്ട് ആരംഭിച്ച ഒരു പരിപാടിയല്ല. കഴിഞ്ഞ 4 കൊല്ലമായി കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷാ രംഗത്ത്, അതുപോലെ തന്നെ സുരക്ഷിത ഭക്ഷണവും കൂടി ചേർത്തുകൊണ്ട് സംസ്ഥാന കൃഷി വകുപ്പ് നടത്തി വരുന്ന
കാർഷിക ഉൽപ്പാദന രംഗത്തെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുകയും വിവിധ വകുപ്പുകളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് സമഗ്രമായ ഒരു പദ്ധതിയായിട്ട് മാറ്റം വരുത്തിയ അല്ലെങ്കിൽ വിഭാവനം ചെയ്ത ഒന്നാണ് സുഭിക്ഷ കേരളം എന്ന പരിപാടി. ആ പരിപാടിയുടെ ലക്ഷ്യം കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള കൃഷി ശാക്തീകരിക്കുകയും കൃഷിയിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ തൊഴിൽ മേഖലയെ വിപുലപ്പെടുത്തുകയും കൃഷി നമ്മുടെ കേരളത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ട് ഏറ്റവും അടിത്തറയുള്ള അതിൻ്റെ അടിത്തറയാക്കി മാറ്റുക, നമ്മുടെ വികസനത്തിൻ്റെ അടിത്തറയാക്കി മാറ്റുക, കൃഷി അനുബന്ധ മേഖലയിൽ നിരവധി തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുക, കേരളത്തെ ഭക്ഷ്യ സുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള സംയോജിത പരിപാടിയാണ്. അത് കാർഷിക മേഖല എന്ന് പറയുമ്പോൾ പച്ചക്കറികളും ഒക്കെ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പാൽ ഉൽപ്പാദന രംഗത്ത് ഇപ്പം തന്നെ നമ്മൾ 90-95% സ്വയം പര്യാപ്തത കൈവരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പാലിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാവുന്ന നിലയിലേക്ക് നമ്മൾ വളർന്നു വരികയാണ്. പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് നമ്മൾ 60% നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് വരാൻ കഴിയും. പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മളിപ്പോൾ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാന്യ ആവശ്യകതയുടെ കാര്യത്തിലാണ് നമുക്കൊരു ആശങ്ക ഉള്ളത്. നമ്മുടെ ഭക്ഷ്യ ധാന്യങ്ങളുടെ ഉൽപ്പാദന മേഖലയിൽ നമുക്കുള്ള ഭൂമിയുടെ ലഭ്യത വളരെ കുറഞ്ഞുപോയി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കൂടുതൽ തവണ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് കേരളത്തിൻ്റെ ഭക്ഷ്യധാന്യ ഉൽപ്പാദന രംഗത്തും ഘട്ടം ഘട്ടമായി നമുക്ക് സ്വയം പര്യാപ്തത്തിലേക്ക് വരാൻ കഴിയും. ഭക്ഷ്യധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായ അന്നജം ലഭ്യമാകുന്ന തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനവും നമ്മൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ചെറുധാന്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷിയുടെ കാര്യത്തിൽ നമുക്ക് വലിയ തോതിലുള്ള ഉൽപ്പാദനക്ഷമതയുടെ വർധനവിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ കാർഷിക സർവകലാശാല തന്നെ മികച്ച നെല്ലിനങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് സുരക്ഷിതമായ ഭക്ഷണവും ഭക്ഷ്യസുരക്ഷയും എത്തിക്കാൻ കഴിയുമോ? ആ വെല്ലുവിളി നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കൃഷിമന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും, നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ പ്രകൃതിയുടെ അല്ലെങ്കിൽ മണ്ണ്, നമ്മുടെ ആവാസ വ്യവസ്ഥ, നമുക്ക് ലഭ്യമാകുന്ന മഴ, നമ്മുടെ മണ്ണ്, നമ്മുടെ പ്രത്യേകതകൾ എല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ചെറിയ പ്രദേശമാണെങ്കിൽ പോലും സർവ്വവിധ വിളകളും വിളയിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങൾ ഈ ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. 152 ബ്ലോക്കുകളിലും കാർഷിക സർവകലാശാല നേതൃത്വം കൊടുക്കുന്ന വിജ്ഞാന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് വഴി ശാസ്ത്ര സമൂഹം കൃഷിയുമായി നേരിട്ട് മണ്ണിലിറങ്ങി അതുമായി ബന്ധപ്പെട്ട നിലയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റുകളുടെ വികസനം, മൂല്യവർദ്ധിത ഉൽപ്പാദന രംഗത്ത് നമ്മൾ കൂടുതൽ സംരംഭകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളെല്ലാം ഇതിൻ്റെ ഭാഗമായി കൃഷി ഡിപ്പാർട്ട്മെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളും, മൃഗസംരക്ഷണം, ഡയറി ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിനെല്ലാം ഒരു അംബ്രല അല്ലെങ്കിൽ എല്ലാം നേതൃത്വം കൊടുക്കുന്നുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഉൽപ്പാദന രംഗത്തുള്ള വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി കൂടെ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വെബിനാറിൽ സർവകലാശാലയുടെ വിദഗ്ധന്മാരും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിദഗ്ധരും മറ്റ് ശാസ്ത്ര വിദഗ്ധന്മാരും സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരും അവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തും. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിനും ജനകീയ പദ്ധതിയുമാണ് സുഭിക്ഷ കേരളം എന്ന് പറയുന്ന പരിപാടി. ഇത് ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടത്തിൽ സ്വയം പര്യാപ്തയെപ്പറ്റിയും ആരോഗ്യ പ്രതിരോധത്തെപ്പറ്റിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റിയും ഒക്കെ തന്നെ കൂടുതൽ ആഴത്തിലുള്ള മനസ്സിലാക്കലുകളും തിരിച്ചറിവുകളും ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതൊരു നല്ല അവസരമായി തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റാൻ കഴിയും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പരിപാടിയാണ് ഇന്നത്തെ വെബിനാറിൽ ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പുനർജനിയുടെ ഭാഗമായി മുന്നോട്ട് വച്ചിരിക്കുന്ന സെൽഫ് സഫിഷ്യൻസിയെ പറ്റി പറയുന്നത്. ആ ദിശയിൽ നടക്കുന്ന ഈ ചർച്ച നല്ല രീതിയിലുള്ള വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വെബിനാർ
ഓൺലൈൻ വഴി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമസ്കാരം. ഞാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ്. പുനർജനി എന്ന ഈ വെബിനാർ സീരീസിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. സംസ്ഥാനത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്നാണ് എന്നോട് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2017 മുതൽ ഇങ്ങോട്ട് നമ്മളെല്ലാവരും അനുഭവങ്ങളിലൂടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കണമോ എന്നൊരു സംശയം എനിക്കുണ്ട്. 2017 മുൻപ് പലരോടും കേരളത്തിൽ പ്രകൃതി ദുരന്ത സാധ്യതകളുണ്ട്, നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ വളരെ നിഷേധാത്മകമായ നിലപാടുകൾ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദുരന്തങ്ങളിലൂടെ ജീവിച്ച് അതിജീവിച്ച് അവയെ തരണം ചെയ്ത് ലോകത്തിന് മാതൃകയായ മലയാളിക്ക് പ്രത്യേകിച്ച് ആരും ക്ലാസ്സുകൾ എടുത്തു തരേണ്ട ആവശ്യമില്ല ദുരന്ത സാധ്യതകളെക്കുറിച്ച് എന്ന് കരുതുന്നു. അപ്പോൾ ഈ അവസരത്തിൽ 2 വിഷയങ്ങളിലാണ് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടെത്തിക്കണമെന്ന ആഗ്രഹം. ഒന്ന്, കേരളത്തിലെ ദുരന്ത സാധ്യതകളിൽ നമ്മൾക്ക് ഇടപെട്ട് നിയന്ത്രിക്കാവുന്നതും എന്നാൽ നിയന്ത്രിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, മനുഷ്യൻ എന്ന നിലയിൽ, കേരളത്തിൽ ജീവിക്കുന്നവരെന്ന നിലയിൽ നമ്മൾക്ക് ചെയ്യാവുന്ന ചില ഒരു വിഷയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. കേരളത്തിൽ ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമായ ഘടകം കേരളത്തിൻ്റെ ഭൂവിനിയോഗ ശൈലിയാണ്. കേരളത്തിലെ ഭൂവിനിയോഗ ശൈലി കേരളത്തിലെ ദുരന്ത സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിലും കേരളത്തിൻ്റെ ദുരന്ത സാഹചര്യങ്ങൾ, അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ പലരും നമ്മളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് മലയോര മേഖലയിലേക്ക് കാർഷിക ആവശ്യങ്ങൾക്കായി ചെന്നെത്തി അവിടെ ജീവിതം സ്വരുക്കൂട്ടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കഴിഞ്ഞ 100 വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത്, നമ്മൾ കാർഷിക വൃത്തിക്ക് വേണ്ടി ഏറ്റെടുത്ത് കണ്ടെത്തി വിനിയോഗിക്കുവാൻ തീരുമാനിച്ച പല പ്രദേശങ്ങളും നമ്മളിപ്പോൾ ഇത്തരം ആവശ്യങ്ങളിൽ നിന്ന് മാറി വ്യാവസായികമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഇടപെടലുകൾ നടത്തി ഭൂമിയുടെ സ്വാഭാവികമായ ഒരു ദുരന്ത സാധ്യതാ ലഘൂകരണ സ്വഭാവത്തെ മാറ്റിയിരിക്കുന്നു. ഈ സ്വഭാവം മാറിയതോടുകൂടി ഭൂമി ഈ പ്രദേശങ്ങളിൽ പലയിടത്തും ഇപ്പോൾ അൺസ്റ്റേബിളാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഘടന കൊണ്ട് തന്നെ, സ്വാഭാവികമായ ചരിവ് കൊണ്ട് തന്നെ, ഈ പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴ കൊണ്ട് തന്നെ ദുരന്ത സാധ്യതകൾ കൂടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മളുടെ ഏതെങ്കിലും ഒരു മുത്തശ്ശൻ ഒരു മലയോര മേഖലയിൽ കുറച്ച് കൃഷി ചെയ്യാനായിട്ട് ചെന്നെത്തി. അദ്ദേഹം അവിടെ സ്വന്തം കുടുംബവുമായി പോയി കൃഷിയൊക്കെ ചെയ്തു. ചെറിയൊരു നടപ്പാതയൊക്കെ വെട്ടി ജീവിച്ചു. കാലാന്തരത്തിൽ മക്കൾ വന്നു, നടപ്പാത വികസിച്ച് ഒരു കാളവണ്ടിക്ക് പോകാവുന്ന സൗകര്യമുള്ള റോഡാക്കി. ആ റോഡ് പിന്നീട് ടാർ റോഡായി. ആ സ്ഥലം, കൃഷിക്കായി കണ്ടെത്തിയ സ്ഥലം, മക്കൾക്ക് പലർക്കും വീതിച്ചു പോയി. മക്കൾ അത് മറ്റു പലർക്കും വിറ്റു. കാർഷിക ആവശ്യങ്ങളുടെ ഭൂമി കാലാന്തരത്തിൽ ക്വാറിയായോ വലിയ കെട്ടിടങ്ങളായോ ഒക്കെ പരിണമിച്ചു. ഇതൊക്കെ ആ പ്രദേശത്തിൻ്റെ വികസന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആ സമൂഹത്തിൻ്റെ ബോധത്തിനനുസരിച്ച് മാറിയതാണ്. ആരും വേണം എന്ന് കരുതിക്കൊണ്ട്, ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് കരുതിക്കൊണ്ടൊന്നും ചെയ്തതല്ല. പക്ഷേ ആധുനിക മനുഷ്യൻ, ബോധമുള്ള മനുഷ്യൻ ഈ പ്രക്രിയ പരിശോധിച്ച് ഈ പ്രക്രിയയിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി ആ തെറ്റുകുറ്റങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പല പ്രദേശങ്ങളും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നെങ്കിൽ ദുരന്തങ്ങളുടെ തീവ്രത
ഗണ്യമായി ലഘൂകരിക്കുവാൻ നമ്മൾക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ എല്ലാ അവസ്ഥാന്തരങ്ങളും മനുഷ്യൻ കണ്ടിട്ടില്ല, കാണാനിരിക്കുന്നത് ഇനിയുമുണ്ട്. അപ്പോൾ നിലവിൽ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് എപ്പോഴും അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ ഇടപെടുമ്പോൾ കുറച്ചും കൂടി ബഹുമാനത്തോടു കൂടി ആ ഭൂമിയുടെ പ്രതലത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ഭൂമിയുടെ സ്വാഭാവികതയെ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടേണ്ടതുണ്ട്. 2, ദുരന്ത സാധ്യതകളുള്ള, വളരെയധികം ദുരന്ത സാധ്യതകളുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ദുരന്ത ലഘൂകരണ പദ്ധതികളിൽ തന്നെ അവയുണ്ട്. അവ പരിശോധിച്ചുകൊണ്ട് ഏറ്റവും ദുരന്ത സാധ്യത ഉണ്ട് എന്നത് സാങ്കേതികമായി കണ്ടെത്തി നിർവചിച്ചിട്ടുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നമ്മളുടെ തന്നെ മണ്ണ് സംരക്ഷണ വകുപ്പും ജിയോളജി വകുപ്പും എല്ലാം പഠനം നടത്തി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ളവർ കേരള സർക്കാരിൻ്റെ വൾണറബിലിറ്റി ലിങ്ക് റീലൊക്കേഷൻ പ്ലാൻ 10 ലക്ഷം രൂപ ദുരന്ത സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കുന്നതിനായി നൽകുന്ന പദ്ധതിയിൽ പെട്ടിട്ടുള്ളവർ, ഇപ്പോൾ തന്നെ പെട്ടിട്ടുള്ളവർ അവ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ഈ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. കൃഷിയുടെ കാര്യത്തിൽ പോലും ചില നിർണയം നമ്മൾക്ക് ആവശ്യമാണ്. എവിടെ എന്തുതരം കൃഷി ചെയ്യണം, അതിന് നമ്മളുടെ കൃഷി വകുപ്പിന് വ്യക്തമായ ഉപദേശങ്ങൾ നൽകാൻ സാധിക്കും. കൃഷി മേഖലകളെ തന്നെ പല രീതിയിൽ വർഗീകരിച്ച് അവിടെ നടത്താവുന്ന കൃഷി ഏത്, ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് എന്നതെല്ലാം കൃഷി വകുപ്പ് ഇപ്പോൾ നിർവചിച്ച് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അവ ഉപയോഗപ്പെടുത്തി ഈ രീതിയിൽ ഭൂവിനിയോഗത്തിലൊരു മാറ്റത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾക്കൊരു റീക്ലസ്റ്ററിങ് വേണം. നമ്മൾ ക്ലസ്റ്റേർഡായി ജീവിച്ചിരുന്ന, ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. ഇന്ന് ഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ ദുരന്ത സാധ്യതകളുള്ള മേഖലകളിലെല്ലാം തന്നെ പടർന്നു ജീവിക്കുന്ന ഒരു സൊസൈറ്റിയായി മാറി. ഇന്ത്യയിൽ തന്നെ റർബൻ എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു സംസ്ഥാനം പൂർണ്ണമായും അർബനുമല്ല റൂറലുമല്ല എന്ന നിലയിൽ കാണാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നാൽ കേരളത്തിൻ്റെ മൊത്തം ഭൂപ്രകൃതിക്ക് ആ രീതിയിലുള്ള വികസനത്തിനെ സസ്റ്റെയിൻ ചെയ്യാൻ, അവയെ താങ്ങുവാനുള്ള ശേഷിയില്ല എന്ന വസ്തുത നമ്മൾ ഉൾക്കൊള്ളണം. 2, നമ്മൾക്ക് മാറ്റാൻ സാധിക്കാത്ത വിഷയത്തെക്കുറിച്ചാണ്. അതെന്താണ്? കാലാവസ്ഥയാണ്. കാലാവസ്ഥയുടെ കാര്യത്തിൽ വ്യക്തികളെന്ന നിലയിൽ, ഒരു കുഞ്ഞു സമൂഹം എന്ന നിലയിൽ കേരളത്തിന് പ്രത്യേകമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, കാലാവസ്ഥയെ സംബന്ധിച്ചും ദുരന്ത സാധ്യതകളെ സംബന്ധിച്ചും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും സസൂക്ഷ്മം ദിനവും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നിലവിൽ അത് വ്യക്തതയോടുകൂടി നൽകുന്നുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും മാധ്യമങ്ങൾ ഇത്ര കണ്ട് ഈ വിഷയത്തിന് പ്രാധാന്യം നൽകുന്നില്ല. പക്ഷേ നമ്മളുടെ മാധ്യമങ്ങൾ വലിയ പ്രചരണം അതിന് നൽകുന്നുണ്ട്. 70 പേർ മരിച്ചിരുന്ന കേരളത്തിലെ ഇടിമിന്നൽ സാധ്യതകൾ അതേപോലെ തന്നെ നിലനിൽക്കുമ്പോൾ നിലവിൽ 4-5 പേരിലേക്ക് ആ എണ്ണം കുറയ്ക്കുന്നതിൽ കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുൻകൈയെടുത്ത് നടപ്പാക്കിയ പദ്ധതികളെ കൂടാതെ നിർണായകമായ സ്വാധീനം ആ വിവരങ്ങൾ പൊതുസമൂഹത്തിലെത്തിച്ച മാധ്യമങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ വിവരം നമ്മൾ വ്യക്തതയോടുകൂടി തന്നെ കാണുകയും അതിനനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസത്തെയും ദുരന്ത സാധ്യതകളും കാലാവസ്ഥയും പരിഗണിച്ചുകൊണ്ട് തന്നെ മാറ്റുകയും ആവശ്യമുണ്ട്. 2, നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം കാലാവസ്ഥയുടെ കാര്യത്തിൽ നമ്മളുടെ ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ ചൂട് കുറയ്ക്കുന്നതിനും മറ്റും നമ്മൾക്ക് നിർണായകമായി ചില ഇടപെടലുകൾ നടത്താൻ സാധിക്കും. ഉദാഹരണത്തിന്, ചുറ്റും ടൈലുകൾ പെയിന്റ് ചെയ്യുന്നതിന് പകരം, ഒരു വീടിൻ്റെ ചുറ്റും ടൈലിടുന്നതിന് പകരം അവിടെ ബഫല്ലോ ഗ്രാസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ പുല്ലുകളോ നാടൻ പുല്ലോ ഒക്കെ വളർത്തിയാൽ ചൂട് കുറച്ച് കുറഞ്ഞിരിക്കാൻ സാധിക്കും. 2, വീടിൻ്റെ നിർമ്മാണ വസ്തു നിർണ്ണയിക്കുന്നതിൽ തന്നെ നമ്മൾക്ക് ചില മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കും. രാജ്യത്ത് ആധുനികമായ ചില സങ്കേതങ്ങൾ ലഭ്യമാണ്. ഇവ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ഗ്രീൻ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് എങ്ങനെ സൃഷ്ടിക്കണമെന്ന് ഉപദേശിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരുടേതായ ഒരു ആർക്കിടെക്ട് ശ്രേണി തന്നെ, എഞ്ചിനീയർമാരുടെ ഒരു ശ്രേണി തന്നെ കേരളത്തിലുണ്ട്. അവരുടെ കൂടി സേവനം ഉപയോഗിച്ചുകൊണ്ട്
കൂടുതൽ ഗ്രീനർ കെട്ടിടങ്ങളിലേക്ക് നമ്മളുടെ ജീവിതം മാറ്റിയാൽ നമ്മൾക്ക് ഒരുപക്ഷെ നമ്മുടെ മൈക്രോ ക്ലൈമറ്റിനെ കുറച്ചൊക്കെ സ്വാധീനിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്തരം ചെറിയ ഇടപെടലുകൾ മാത്രം നിങ്ങളോട് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ലോകം വലിയ ഒരു ഭീഷണിയുടെ മുന്നിലാണ്, അഥവാ നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കൺമുൻപിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം COVID-19 എന്നുള്ള മഹാമാരിയും. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ശാസ്ത്രലോകം നമുക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു വെല്ലുവിളിയായിട്ട് ഉയർത്തി കാണിക്കുന്നത് ഭക്ഷ്യ സുരക്ഷ തന്നെയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഭാവിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സുഭിക്ഷ കേരളം എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഭക്ഷണവും, നമ്മുടെ 3.35 കോടി ജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ ഭക്ഷണവും നമുക്ക് തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൽ ഏവരും പങ്കാളികളാവേണ്ടതുമാണ്. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ലക്ഷ്യം കൈവരിക്കാൻ കേരള സമൂഹം, കേരള സംസ്ഥാന സർക്കാർ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ, ഏത് തരത്തിലാണ് നമുക്ക് ഈ ഒരു ലക്ഷ്യം കൈവരിക്കാനാവുക എന്നുള്ളത് ചർച്ചയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നാം ചർച്ച ചെയ്യേണ്ടത് എത്രയാണ് നമുക്ക് ആവശ്യമായ ഭക്ഷണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അവിടെ നമുക്ക് ഭക്ഷ്യ സുരക്ഷ എന്നുള്ളൊരു ആശയം വരുന്നുണ്ട്. എത്ര ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചാലാണ് കേരളീയർക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാവുക? ഭക്ഷ്യസുരക്ഷയുടെ തലങ്ങളും നമ്മൾ മനസ്സിലാക്കണം അതിനു മുമ്പായിട്ട്. അതായത് പ്രധാനമായിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ അളവില്, ഗുണത്തില് ആവശ്യമായ ഭക്ഷണം ഉണ്ടായിരിക്കണം. അളവിലുള്ള ഒരു നേട്ടം മാത്രം നമുക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് ആയില്ല. ആരോഗ്യം എന്ന് പറയുന്നത് അളവിലും ഗുണത്തിലും ആവശ്യമായ ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സംസ്കാരവുമായി, നമ്മുടെ ശീലങ്ങളുമായി ചേർന്നതായിരിക്കണം. മറ്റൊന്ന്, ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് സുസ്ഥിരമായ പരിപാലന മുറകളിലൂടെ ആയിരിക്കണം. ഈ ഒരു വർഷം ഭക്ഷ്യസുരക്ഷ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത്തരത്തിൽ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ ഇത്തരം എല്ലാ മാനങ്ങളും നാം പരിഗണിക്കേണ്ടതുണ്ട്. അതായത് അളവ്, ഗുണം, അത് സുസ്ഥിരമായ പരിപാലന മുറകളിലൂടെ ആയിരിക്കണം. അത് നമ്മളുടെ ശീലങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒട്ടൊക്കെ അനുയോജ്യമായിരിക്കുകയും വേണം. അത്തരത്തിൽ നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ എത്രയാണ് നാം കഴിക്കേണ്ട ഭക്ഷണം, എന്താണ് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഒരു വ്യക്തി കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആണ് അതിന് ആവശ്യമായ മാനദണ്ഡങ്ങളും നിശ്ചയിക്കുന്നത്. ഓരോ പ്രായക്കാർക്കും ഓരോ വ്യക്തിയുടെ പശ്ചാത്തലം അനുസരിച്ചിട്ട് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നനുസരിച്ചിട്ട് എല്ലാം ഇതില് വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഇതിന്റെ ഒരു ആവറേജ് എന്നുള്ള നിലയിലാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അരിയാഹാരം കഴിക്കുന്നവരാണ് കേരളീയർ. അങ്ങനെ നോക്കുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ പറയുന്നത് ഒരാൾ ഒരു ദിവസം ഭക്ഷ്യധാന്യങ്ങൾ, അത് ചെറുധാന്യങ്ങൾ ഉൾപ്പെടെയാണ് പറയുന്നത്, ഏകദേശം 270 മുതൽ 600 ഗ്രാം ഒരു ദിവസം ഒരാള് കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അതിൽ വ്യത്യാസമുണ്ട്. ഇത് കുറഞ്ഞത് 270, കൂടിയത് 600 ഗ്രാം വരെ കഴിച്ചിരിക്കണം. അത് ഭക്ഷ്യധാന്യങ്ങൾ, അതായത് കേരളത്തിലെ ശീലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ ഏകദേശം 86% നമ്മൾ അരി തന്നെയാണ് കഴിക്കുന്നത്. മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ, ചെറുധാന്യങ്ങളുണ്ട്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതായത് നമ്മളൊരു 280 ഗ്രാം ആണ് ഇപ്പോൾ കഴിക്കുന്നത്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം 280 ഗ്രാം ഒരു ദിവസം കഴിക്കുന്നു എന്നാണ് കണക്ക്. നമ്മൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത് 270 മുതൽ 600 വരെയാണ്. അപ്പൊ 280 എന്നുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 45 ലക്ഷം ടൺ അരി
നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അരിയാണ് 45 ലക്ഷം ടൺ അരി നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. ഇപ്പൊ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് 5.21 ലക്ഷം ടണ്ണാണ്. അതായത് നമ്മൾ ആവശ്യത്തിന്റെ ഒരു വളരെ ചെറിയ ഒരു ശതമാനമാണ് നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ആശങ്ക വരുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് അരിയുടെ കാര്യത്തിൽ പൂർണ്ണ സ്വയം പര്യാപ്തത സാധ്യമാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും പൂർണ്ണമായൊരു സ്വയം പര്യാപ്തത അരിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതിൽ മറ്റൊരു വശമുണ്ട്. ഒന്ന്, നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക നില വരുമ്പോൾ, നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരി ആഹാരത്തിന്റെ അളവ് കുറയുകയും ഗോതമ്പ് മുതലായ മറ്റ് ധാന്യങ്ങളിലേക്ക് മാറുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൂടാതെ ചെറുധാന്യങ്ങൾ ഇപ്പോൾ വളരെയധികം പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യപരമായി കൂടുതൽ അവബോധം വരുംതോറും ചെറുധാന്യങ്ങളിലേക്കും നമ്മൾ ചൂടുമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലുള്ള ഈ ഒരു വൈവിധ്യം കൂടാതെ നമുക്ക് തീർച്ചയായിട്ടും ഇന്നുള്ളതിൽ നിന്ന് നമ്മുടെ അരി ഉൽപാദനം വർദ്ധിപ്പിക്കാനും സാധിക്കും. അതായത് ഇപ്പോഴുള്ളത് നമ്മൾ പുതിയ കണക്കുകൾ പ്രകാരം 17-18 കണക്കുകളാണ് ഏറ്റവും പുതിയത്. അത് പ്രകാരം ഏകദേശം 1.94 ലക്ഷം ഹെക്ടർ ആണ് നമ്മളുടെ വിസ്തീർണം. അതിൽ നിന്നാണ് നമ്മൾ ഈ 5.21 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ഒരു 3 ലക്ഷം ഹെക്ടറായി ഉയർത്താനുള്ള നടപടികളും ആ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ കൃഷി വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കരനെൽ കൃഷി ഉൾപ്പെടെയുള്ള, കരനെൽ കൃഷി സ്വാഭാവികമായിട്ടും അതിൽ ഉൽപാദനക്ഷമതയോ കുറവാണെങ്കിൽ പോലും ചുരുങ്ങിയ തോതിലെങ്കിലും ആ ഒരു നെൽകൃഷിയിലേക്ക് കൂടുതൽ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും ഒരുപാട് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 ലക്ഷം ടണ്ണിലേക്ക് ഉയർത്തുകയും ഉൽപാദനക്ഷമത ഇപ്പോഴുള്ളതിൽ നിന്ന് ഏകദേശം ഇരട്ടിയാക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഉൽപാദനക്ഷമത ഇപ്പോൾ വളരെ കുറവാണ്, 2.6 ടണ്ണൊക്കെ ഉള്ളൂ ഒരു ഹെക്ടറിൽ നിന്ന്. പക്ഷെ അതേസമയം 10 ടൺ വരെ കിട്ടുന്ന പ്രദേശങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ഈ വിസ്തീർണം 3 ലക്ഷം ഹെക്ടറിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിച്ചാൽ 5 ടൺ പെർ ഹെക്ടർ എന്നുള്ള നിലയിലേക്ക് ഉൽപാദനക്ഷമത ഉയർത്താൻ സാധിച്ചാൽ തന്നെ നമ്മളുടെ ഉൽപാദനം ഏകദേശം 15 ലക്ഷം ടണ്ണാവും. എന്നാലും നമ്മുടെ ആവശ്യത്തിന് പൂർണ്ണമായും തികയില്ല. എന്നിരിക്കലും നമ്മുടെ സ്വയം പര്യാപ്തതയുടെ നിലവാരം ഉയർത്താൻ സാധിക്കും. അതോടൊപ്പം തീർച്ചയായിട്ടും നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ചെറുധാന്യങ്ങളിലേക്കുള്ള നമ്മുടെ ഭക്ഷണശീലങ്ങളിലെ മാറ്റം അതുകൂടി എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യധാന്യ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തതയുടെ നിലവാരം നമുക്ക് മെച്ചപ്പെടുത്താനാകും. ഒരുപക്ഷെ പച്ചക്കറികളുടെ കാര്യത്തിലാണ് നമ്മൾ വളരെ കാലമായി നമ്മൾ ചർച്ചകൾ നടത്തുന്നതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ, അതില് കീടനാശിനി അവശിഷ്ട തോത്, അതിന്റെ ക്വാളിറ്റി, അതിനെയൊക്കെ പറ്റി വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പച്ചക്കറി ഉൽപാദനം ഇനിയും കൂട്ടണമെന്നുള്ള ലക്ഷ്യത്തോടെ കഴിഞ്ഞ 2-3 വർഷമായി സജീവമായി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ പറയുന്നത് ഒരാൾ ഒരു ദിവസം 500 ഗ്രാം പച്ചക്കറികൾ കഴിക്കണം എന്നാണ്. ആരോഗ്യകരമായ ജീവിതത്തിന് ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തി 500 ഗ്രാമിൽ 200 ഗ്രാം കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, 100 ഗ്രാം ഇലക്കറികളായിരിക്കണം, ബാക്കിയുള്ള 200 ഗ്രാം മറ്റ് പച്ചക്കറി ഇനങ്ങൾ. അങ്ങനെയാണ് അവർ നിഷ്കർഷിക്കുന്നത്. അപ്പൊ അതായത് ഈ 500 ഗ്രാം നമ്മളെല്ലാവരും കഴിക്കണം എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ അത് ഏകദേശം 61 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ ഇപ്പൊ നമ്മളുടെ ഏകദേശം 12 ലക്ഷം ടണ്ണിന് മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 5 ലക്ഷം ഒക്കെ ആയിരുന്നു. അപ്പൊ അതായത് ഈ ഏകദേശം 1/5 ഉൽപാദനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാന കാര്യം പറയേണ്ടത്, ഈ കണക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വ്യാപകമായി കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെ കാര്യത്തിലുള്ള
വിസ്തീർണം ഉൽപാദനം ഒക്കെയാണ് ഈ 12 ലക്ഷം ടൺ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ജൈവ വൈവിധ്യമാണ്. ഓരോ ചെറിയ തൊടിയിലും ഓരോ പുരയിടത്തിലും ഭക്ഷ്യയോഗ്യമായ ഒട്ടനവധി പച്ചക്കറികളുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ വാഴയുടെ ഉൽപാദനവും വിസ്തീർണവും നമ്മൾ പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 12 ലക്ഷം ടണ്ണില് പച്ചക്കായയുടെ അത്ര അധികം അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വാഴ ഒരു പച്ചക്കറി എന്നുള്ള നിലത്തില് വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പച്ചക്കായ ഉപയോഗിക്കുന്നുണ്ട്, വാഴക്കൂമ്പ് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പിണ്ടി, മാങ്ങ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും തന്നെ ഏകദേശം പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മുരിങ്ങയുടെ ഇല പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ 12 ലക്ഷം ടൺ എന്നുള്ളത് വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നതിന് ഈ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന പച്ചക്കറികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ കൂടെ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ കോവിഡ് കാലം നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട്. ചീരകൾ തന്നെ എത്രയോ ഇനം ചീരകൾ നമുക്ക് ചുറ്റും നമ്മുടെ തൊടിയിലും ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പച്ചക്കറിയുടെ കാര്യത്തിലുള്ള സ്വയം പര്യാപ്തത എന്നുള്ളത് 2 തരത്തിൽ നമുക്ക് കൈവരിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഒരു ചെറിയ പുരയിടത്തിൽ പോലും, അഥവാ നമ്മുടെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പോലും സ്വയം കഴിക്കാൻ ആവശ്യമായ സാധിക്കുന്ന പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ പരമ്പരാഗതമായി ശീലിച്ചുകൊണ്ടിരുന്ന ഭക്ഷണ രീതികളിലേക്ക് കുറച്ചുകൂടി ചുവടുമാറുക. നേരത്തെ സൂചിപ്പിച്ച മുരിങ്ങയില ഉൾപ്പെടെയുള്ള ഭക്ഷണ രീതികളിലേക്ക് ചുവടുമാറുക. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെ വിസ്തീർണവും അതിന്റെ ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. ഇത് മൂന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പച്ചക്കറി ഉൽപാദനത്തിൽ നമുക്ക് ഒരു സ്വയം പര്യാപ്തത എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമല്ല. നേരത്തെ സൂചിപ്പിച്ച 3 കാര്യങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ആവശ്യമുള്ളൂ. പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പഴവർഗ്ഗങ്ങൾ 100 ഗ്രാം പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കണമെന്നാണ്. ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് 100 ഗ്രാം പഴവർഗ്ഗങ്ങൾ ഒരു വ്യക്തി കഴിച്ചിരിക്കണമെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 12 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ കണക്ക് തന്നെ, അതായത് ചക്ക, മാങ്ങ, കൈതച്ചക്ക, നേന്ത്രപ്പഴം, മറ്റു പഴങ്ങള്, പപ്പായ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ തന്നെ നമ്മുടെ ഉൽപാദനം 10 ലക്ഷം ടണ്ണിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ള പേരയ്ക്ക, ചാമ്പയ്ക്ക അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലാതെ തന്നെ. അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പഴവർഗ്ഗങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ഏകദേശം ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചക്കയുടെ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റം അത് തന്നെ നല്ലൊരു സൂചനയാണ്. ചക്കപ്പഴം തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ചക്കപ്പഴം നമ്മൾ ഭക്ഷിച്ചാൽ തന്നെ അതാത് കാലത്ത് ലഭ്യമാകുന്ന വിവിധ തരം പഴവർഗ്ഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇക്കാര്യത്തിലൊരു സ്വയം പര്യാപ്തത സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ കാര്യത്തില് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 60 മുതൽ 120 ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നാണ്. ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തി ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ 60 മുതൽ 120 ഗ്രാം വരെ പ്രോട്ടീൻ. അത് പ്രധാനം 4 സോഴ്സിൽ നിന്നാണ്. ഒന്ന് നമുക്കറിയാം, പയർവർഗ്ഗങ്ങൾ, പിന്നെ ഇറച്ചി, പാൽ, മുട്ട. ഇറച്ചി, മുട്ട, മത്സ്യം, പാലല്ല മത്സ്യം. കേരളത്തിലെ 97% നോൺ വെജിറ്റേറിയൻസ് ആണ്. അപ്പൊ ആ ഒരു കണക്കില് ഇത് ഈ 90 ഗ്രാം കഴിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ശരാശരിയാണ് ഞാൻ പറയുന്നത്, ഈ 4 പ്രധാനപ്പെട്ട മാർഗങ്ങളിലൂടെ 90 ഗ്രാം കഴിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, അതായത് ഓരോന്നും 22.5 ഗ്രാം വച്ചിട്ട് ഒരു ദിവസം. അക്കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പരിതാപകരമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിന്റെ കാര്യത്തിലാണ്.
അതായത് നമുക്ക് ഏകദേശം 2.25 ടൺ പയറുവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അസംഷനിലാണ് ഈ പറയുന്നത്. അതായത് 4 പ്രധാന സ്രോതസ്സുകളിൽ നിന്നായി ഒരു വ്യക്തി പ്രോട്ടീൻ കഴിച്ച് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഭക്ഷണം അത് ചെല്ലുകയാണെങ്കിൽ 90 ഗ്രാം ഈ 4 പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ നിന്നായിട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് 22.5 ഗ്രാമാണ് അപ്പോൾ ഈ പയർവർഗ്ഗങ്ങൾ കഴിക്കേണ്ടി വരിക. അതിനാവശ്യമായിട്ട് ഏകദേശം 3 ടൺ ഉൽപാദനം ആവശ്യം ഉണ്ട്. നമ്മൾ 3 ലക്ഷം ടൺ. അത് നമ്മൾ ഇപ്പോഴുള്ളത് 1711 ടൺ മാത്രമാണ്. അതുകൊണ്ടാണ് പയർവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ നാം വളരെ ഏറെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് ആവശ്യമാണ്. നമുക്ക് പരമ്പരാഗതമായിട്ട് പല മേഖലകളിലും ഈ നെൽകൃഷിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതിരുന്ന അല്ലെങ്കിൽ ചെറിയ നനവ് മാത്രമുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ അധികമായിട്ട് തന്നെ നമ്മൾ പല പയർവർഗ്ഗങ്ങളും കൃഷി ചെയ്തിരുന്നു. നെൽപയർ, ചെറുപയർ, മുതിര, അത്തരത്തിലുള്ള ഒരുപാട് പയർവർഗ്ഗങ്ങൾ നമ്മൾ കൃഷി ചെയ്തിരുന്നു. ആ കൃഷിയിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ കാലക്രമത്തിൽ വഴിമാറി സഞ്ചരിക്കുകയും അത്തരം ഒരു കൃഷി രീതി ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് പൂർണ്ണമായിട്ട് തന്നെ അന്യമാവുകയും ചെയ്തു. അപ്പൊ പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ നാം കുറെ കൂടി ഒരു ടാർഗറ്റഡ് ആയിട്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ മറ്റൊന്ന് പറയാനുള്ളത് ഇറച്ചി, പാൽ, മുട്ട ഇതിന്റെ ഉൽപാദനത്തിലാണ്. ഇതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിൽ ഇറച്ചി, മുട്ട, മത്സ്യം ഇത് മൂന്നിന്റെ കാര്യത്തിലും നമ്മൾ ഏകദേശം ഒരു സ്വയം പര്യാപ്തത ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഇറച്ചിയുടെ കാര്യത്തില്, മുട്ടയുടെ കാര്യത്തില് അത് പരിമിതമാണ്. നമുക്കറിയാതെ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോഴും അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രത്യേകമായ സവിശേഷമായ ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ്. മത്സ്യോൽപാദനത്തിൽ നമുക്ക് നമ്മുടേതായ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ഒരുപാട് ആശങ്കകൾ നമുക്ക് വേണ്ടതില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ അസാധ്യമായ ഒരു കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമല്ല. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ സമീപനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നാമത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു നടപടി എന്ന് പറയുന്നത് കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത് സാധ്യമാകുമോ? നമുക്ക് ഇപ്പോഴുള്ളത് നമ്മൾ ശരിക്കും കൃഷി ചെയ്യുന്ന നെറ്റ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത് 20.4 ലക്ഷം ഹെക്ടറാണ്. അത്ര 20 ലക്ഷം ഹെക്ടറിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പക്ഷെ ഒന്നിലധികം വിളകൾ എടുക്കൊണ്ടും മറ്റും നമ്മുടെ കൃഷിയുടെ സാന്ദ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത് 25.8 ലക്ഷം ഹെക്ടറാണ്. അത് ഇപ്പോഴും നിലവിലുള്ള കൃഷിഭൂമിയാണ്. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 2 ലക്ഷം ഹെക്ടർ തരിശ് കിടക്കുന്നുണ്ട്. പലതരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള തരിശാണ്. കൃഷിയോഗ്യമായതുണ്ട്, കൃഷിയോഗ്യമാക്കാവുന്നതുണ്ട്, അതായത് തന്നാണ്ട് തരിശുണ്ട്. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം 2 ലക്ഷത്തിൽ കുറച്ചുകൂടി 2,10,000 ഹെക്ടർ മാത്രം കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന തരിശ് ഭൂമിയുണ്ട്. നമ്മുടെ കൃഷി വകുപ്പ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ 2 വർഷമായി തരിശ് രഹിത കേരളം എന്നുള്ളത്. ആ ലക്ഷ്യം നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഒരു 50% കൈവരിക്കാൻ സാധിച്ചാൽ തന്നെ ഏകദേശം 1 ലക്ഷം ഹെക്ടർ അധികമായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊന്ന്, ഈ കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊന്നാണ് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ക്രോപ്പിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കണം. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് അത് അംഗീകരിച്ചു. ഓരോ കേരളത്തിന് 5 പാരിസ്ഥിതിക സോണുകളും 23 പാരിസ്ഥിതിക യൂണിറ്റുകളുമായിട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ പാരിസ്ഥിതിക യൂണിറ്റിനും അനുയോജ്യമായിട്ടുള്ള ഒരു ക്രോപ്പിംഗ് പാറ്റേൺ അത് ശാസ്ത്രീയമായി തിട്ടപ്പെടുത്തുകയും ആ ക്രോപ്പിംഗ് പാറ്റേണിൽ സ്വാഭാവികമായിട്ടും ഭക്ഷ്യവിളകൾക്ക് ഒരു പ്രാമുഖ്യം കിട്ടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ തോട്ടം മേഖലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇടപെടലുകൾ വളരെ സ്വാഗതാർഹമാണ്. തോട്ടം മേഖലയിലെ ഇടവിളയായിട്ട് ഭക്ഷ്യവിളകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു നയം മാറ്റത്തിലൂടെ നമുക്ക് കൈവരിക്കാവുന്നതുണ്ട്. മറ്റൊരു മേഖല, ഒരു നയപരമായൊരു ഇടപെടൽ ആവശ്യമായ മറ്റൊരു മേഖലയാണ് ഭൂമിയുടെ നമ്മൾ പണ്ട് നിലവിലുണ്ടായിരുന്ന പാട്ടകൃഷി സമ്പ്രദായം, ലീസ് ലാൻഡ് ഫാമിംഗ്. ഒട്ടനവധി ചെറുപ്പക്കാരും ഭൂമി സ്വന്തമായിട്ട് ഇല്ലാത്തവരും കുടുംബശ്രീ അടക്കമുള്ള പ്രസ്ഥാനങ്ങളും ഇപ്പോഴും തന്നെ ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. അത് 3 മാസം മുതൽ 2 വർഷവും 3 വർഷവും വരെ നീണ്ടു നിൽക്കുന്ന പാട്ട കൃഷി നിലവിലുണ്ട് ഇപ്പോൾ. പക്ഷെ ഇപ്പോഴും അതിന് നിയമപരമായൊരു പരിരക്ഷ ഇല്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ അത് അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യാനും അത് രണ്ടു കൂട്ടർക്കും ഗുണകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പ്രവർത്തനം കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ടുള്ള ഒരു നയരൂപീകരണം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ്? ഭൂവുടമയ്ക്ക് ഭൂമി സ്വന്തമായിട്ടിരിക്കുക, അതിൽ യാതൊരു ആശങ്ക ഉണ്ടാവാൻ പാടില്ല. അതേസമയം കർഷകന് കാർഷിക ഉൽപാദനത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യം, അതിൻ്റെ എത്രയായിരിക്കണം സംഖ്യ, എന്തായിരിക്കണം അതിൻ്റെ മാനദണ്ഡങ്ങൾ, അക്കാര്യത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളോ തർക്കങ്ങളോ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാം, ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തർക്കപരിഹാര സംവിധാനവും ഉണ്ടായിരിക്കണം. അതിൽ ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യവും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ളൊരു രൂപീകരണം ആവശ്യമായി വന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഉൽപാദനക്ഷമത പ്രത്യേകം വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പുതിയ ഇനം വിത്തിനങ്ങളുണ്ട്, പരിപാലന മാർഗങ്ങളുണ്ട്. അതിലൂടെ ഇന്ന് നിലവിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ഉയർന്ന വിളവ്, ഓരോ തുണ്ട് ഭൂമിയിൽ നിന്നും ഏറ്റവും അധികം വിളവ് ലഭിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു പരിപാലന മുറയിലേക്ക് നാം ചൂടമാറേണ്ടതുണ്ട്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയില്, ഭക്ഷ്യ സ്വയം പര്യാപ്തതയില് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സ്ഥാനം വഹിക്കേണ്ടതാണ് നമ്മുടെ ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ തന്നെ നമുക്ക് പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കാര്യത്തില്, ഭക്ഷ്യധാന്യങ്ങളുടെയും കാര്യത്തില് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പശ്ചിമഘട്ടത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് വളരെ ജൈവ വൈവിധ്യ സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് കേരളം. ആ ജൈവ വൈവിധ്യം നമുക്ക് സംരക്ഷിക്കുക, പരിപോഷിപ്പിക്കുക. ഈ ഉൽപാദന വർധനവിനുള്ള ഇത്തരം നയസമീപനങ്ങൾ പറയുമ്പോഴും അതേ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഉൽപാദനത്തിന് ശേഷമുള്ള നഷ്ടം ഒഴിവാക്കുക എന്നുള്ളത്. നമ്മുടെ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് അതിപ്പോഴും വളരെ അധികമാണ്, പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യത്തിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന. ഇത് എത്രയോ നഷ്ടം ഉണ്ടാക്കുന്നു. കാരണം എല്ലാ അധ്വാനവും പണച്ചെലവും കഴിഞ്ഞ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് ഈ നഷ്ടം ആർക്കും ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് കർഷകന്റെ നഷ്ടം, സമൂഹത്തിന്റെ നഷ്ടം, അതുമൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളും മറുവശത്ത്. അപ്പൊ അതുകൊണ്ട് വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം എങ്ങനെയാണ് ഏറ്റവും ലഘൂകരിക്കുക? അത് കർഷകന്റെ പുരയിടത്തിൽ നിന്ന് തന്നെ സാധ്യമാകുന്ന സംസ്കരണ രീതികൾ, അതുപോലെ കോൾഡ് ചെയിൻ സ്റ്റോറേജ് സിസ്റ്റംസ്, ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ, പ്രോസസ്സിംഗ് സംവിധാനങ്ങൾ, ഈ രംഗത്തെല്ലാം കുറെ കൂടി മൂലധന നിക്ഷേപം ആവശ്യമുണ്ട്. അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇതെല്ലാം നമ്മൾ ഇത്ര നേരം സംസാരിച്ചതെല്ലാം തന്നെ ഉൽപാദനത്തിൽ ഊന്നിക്കൊണ്ടാണ്, അഥവാ കർഷകരിൽ ഊന്നിക്കൊണ്ട് ആണ്. ആ കർഷകന് ന്യായമായൊരു വരുമാനം ഉണ്ടാക്കുക, അവന് സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പമുള്ള ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളതിലൂടെ മാത്രമേ ഇതിലേക്ക് കൂടുതലായിട്ട് ജനങ്ങൾ വരികയുള്ളൂ. കാർഷിക ഉൽപാദനത്തിലേക്കും കർഷകരുടെ ഇടയിലേക്കും
കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാവണമെങ്കിൽ, കാർഷിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്ന് മാന്യമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സാധിക്കണം. അതിന് ഇപ്പോഴുള്ള സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പൊതുസമൂഹം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ന് വരെയുള്ള എല്ലാ നയങ്ങളും എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈ വില നിർണയവുമായി ബന്ധപ്പെട്ട നയങ്ങൾ എപ്പോഴും ഭക്ഷ്യധാന്യങ്ങളുടെ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില ഏറ്റവും കുറച്ചുകൊണ്ട് ഉപഭോക്താക്കളുടെ വശത്ത് നിന്നുകൊണ്ട് ഉപഭോക്താക്കളുടെ അനുകൂലമായിട്ടുള്ള ഒരു നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വില കൂടുമ്പോൾ ഉടനെ വളരെയധികം ചർച്ചകളും വളരെയധികം പ്രതിഷേധങ്ങളും അരങ്ങേറും. പക്ഷെ ഭക്ഷ്യവസ്തുക്കളുടെ വില പിടിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ തന്നെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക, പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ള ഒരു അവബോധം നമുക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതായത് ഉപഭോക്താക്കളുടെ ഇടയിലും ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു വലിയ ക്യാൻവാസിൽ നിന്നുകൊണ്ട്, കർഷകർ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട്, നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ട്, ഉൽപാദന ശേഷമുള്ള നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പേർ കാർഷിക രംഗത്തേക്ക് വരികയും അതിനോട് വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലും സ്വയം പര്യാപ്തതയിലേക്ക് നടന്നു നീങ്ങാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിന്റെ കാർഷിക മേഖലയിലും ഭക്ഷ്യസുരക്ഷയിലും ചെലുത്തിയിട്ടുള്ള ആഘാതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നമുക്ക് ഭക്ഷ്യസുരക്ഷ വേൾഡ് ഫുഡ് ഓർഗനൈസേഷൻ നിർവഹിച്ചിരിക്കുന്നത് പ്രകാരമാണ് ജനങ്ങളുടെ ഭക്ഷ്യശീലങ്ങൾക്കനുസരിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സുരക്ഷിതവും പോഷകപ്രദവുമായ ഭക്ഷണം ആവശ്യമായ അളവിൽ ആവശ്യമായ സമയത്ത് ലഭ്യമാക്കുന്ന വ്യവസ്ഥിതിയാണ് ഭക്ഷ്യസുരക്ഷ എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുഖ്യ ആഹാരം അരിയാണ്. അരി നാം നമ്മുടെ ആവശ്യത്തിന് ഒരു കാലത്തും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. ആഭ്യന്തര ഉൽപാദനം നമുക്ക് 1950-കളിൽ തന്നെ ആവശ്യത്തിനുള്ള അരി ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇന്ന് 40 ലക്ഷം ടൺ അരിയുടെ ആവശ്യം സംസ്ഥാനത്തുണ്ട്. പക്ഷെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനാവുന്നത് കേവലം 6 ലക്ഷം ടണ്ണിന്റെ അടുത്ത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 80-85% ഒരു ഉൽപാദനവും ആവശ്യവും തമ്മിലുള്ള അന്തരം ഇന്ന് നിലവിലുണ്ട്. 1950-കളിൽ നമുക്ക് ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങളുടെ വിസ്തൃതി ഏതാണ്ട് 8 ലക്ഷം ഹെക്ടറിന് അടുത്താണ്. ഇന്നത് 2018-19 കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് 2 ലക്ഷം ഹെക്ടറിൽ ചുരുങ്ങിക്കഴിഞ്ഞു. അതിദ്രുതമാണ് നമ്മുടെ നെൽവയലുകളുടെ ശോഷണം. 1950-കളിലും 60-കളിലും 70-കളിലും ഉൽപാദനം തരക്കേടില്ലാത്ത വിധത്തിൽ കൊണ്ടുപോയപ്പോൾ 80-കൾക്ക് ശേഷം കൂടുതലായിട്ടുള്ള കുറവാണ് ദർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അരി ഉൽപാദനം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിർവഹിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ദുർഘടമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പിടിയിൽ നിന്ന് ഒട്ടും തന്നെ വിമുക്തമായി നിൽക്കുന്നില്ല. അടിക്കടി വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥയിലെ ഒരുപാട് പ്രശ്നങ്ങൾ സംസ്ഥാനത്തിന്റെ കാലാവസ്ഥയിലും അനുഭവപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ ആണ് അതിന്റെ അനുരണനം വളരെ പെട്ടെന്ന് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയും കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വലിയ വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ സമീപ വർഷങ്ങളിൽ പിന്നെ സമീപ ദശകത്തിലായിട്ട് കൂടുതൽ കാണപ്പെട്ടു വരുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ വിഷയങ്ങളൊന്നുമല്ല, പക്ഷെ അത് എടുത്തു പറയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രളയം പോലുള്ള വിഷയങ്ങൾ അടുത്തടുത്ത 2 വർഷങ്ങളിൽ 18-ലും 19-ലും നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. 18-ലത്തെ പ്രളയം കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം ചെറുതൊന്നുമല്ല. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഓർമ്മകളിലൊക്കെ ഉള്ളത് 61-ലെ പ്രളയം, 1924-ലെ പ്രളയമൊക്കെയാണ്. അത് നമുക്ക് അത്രയൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, എന്തുമാത്രം പ്രശ്നങ്ങളാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ 2018-ലത്തെ ഒരു പ്രളയം കേരളത്തിന്റെ
തെക്ക് തൊട്ട് വടക്കോട്ട് വരെ ഉള്ള കാർഷിക മേഖലയെ മറ്റെല്ലാ മേഖലയും ഒപ്പം തന്നെ കാർഷിക മേഖലയും വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. 2019 അത്രമാത്രം ഭീകരമല്ലായിരുന്നെങ്കിൽ പോലും പല പ്രദേശങ്ങളിലും കാർഷിക മേഖല ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ പ്രളയം വഴിമാറിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രളയം കേരളത്തെ സംബന്ധിച്ചിട്ട് വലിയൊരു വിഷയം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം മാറിയ കാലാവസ്ഥാ സാഹചര്യത്തിൽ അതിതീവ്ര മഴ പെയ്യുന്ന വേളകളുടെ ദൈർഘ്യം കൂടാണ്, ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും കൂടി വരികയാണ്. ഇത്തരത്തിലുള്ള മഴകൾ 200 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യുന്ന വേളകളൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രളയവും വർദ്ധിച്ചു വരാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ് നമുക്ക് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ കാലാവസ്ഥാ വകുപ്പ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുമായിട്ട് മുന്നോട്ട് വരുന്നതും ദുരന്ത നിവാരണ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. പ്രളയം ഒരു ഹൈഡ്രോളജിക്കൽ ഇഫക്റ്റ് ആണെന്ന് പറയാം. മഴ പെയ്യുന്നത് കൊണ്ട് മാത്രം പ്രളയം ഉണ്ടാകൊള്ളുന്നില്ല. അതേസമയത്ത് മഴ പെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പരിസ്ഥിതി ലോല മേഖലകളിലും അതുപോലെ പിന്നെ മാറ്റിമറിക്കപ്പെട്ടിട്ടുള്ള കൃഷിയിടങ്ങളിൽ, അതായത് ഭൂവിനിയോഗത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളൊക്കെയാണ് കൂടുതൽ മഴ പെയ്യുമ്പോൾ മണ്ണിടിച്ചിലും അവിടുത്തെ കൃഷിയൊക്കെ താറുമാറായി പോകുന്നത്. അതുപോലെ നമ്മുടെ വയലുകളൊക്കെ വെള്ളം കയറാനും നശിച്ചു പോകാനായി. നമ്മളെ കൃഷിക്കാലത്ത് പെയ്യുന്ന മഴ എന്ന് പറയുന്നത് 1-2 ആഴ്ച വെള്ളം കെട്ടി നിന്നാൽ പ്രത്യേകിച്ച് നശിച്ചു പോകാൻ നല്ലൊരു കാരണമാണ്. അത് പ്രളയം ഇല്ലാത്തപ്പോൾ പോലും, കനത്ത മഴ പെയ്യാത്ത അവസരത്തിൽ പോലും തുടർച്ചയായിട്ടുള്ള സാമാന്യം നല്ല മഴ പെയ്യുന്ന അവസരങ്ങളിൽ ഒന്നാമത് കൃഷിയൊക്കെ നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് നോക്കുമ്പോൾ വരൾച്ചയേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്നാമത് കൃഷി നശിപ്പിക്കുന്നത് പ്രളയമാണെന്നും നമ്മൾ പഠനത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്ന വിഷയമാണ് നമ്മുടെ വരൾച്ച. കേരളത്തെ സംബന്ധിച്ചിട്ട് വരൾച്ച വലിയൊരു വിഷയം തന്നെയാണ്. പല വർഷങ്ങളിലും നമുക്ക് കാലവർഷം ചതിക്കുകയും തുലാവർഷം പെയ്യാതിരിക്കുകയും വേനൽമഴ വേണ്ട പോലെ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ കൊടും വേനലാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല അനുഭവിച്ചു വരുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് 1982-83 കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അതിതീക്ഷ്ണമായിട്ടുള്ള ഒരു വരൾച്ച കാലം. കാർഷിക മേഖലയുടെ നട്ടലൊടിച്ചിട്ടാണ് 82-83 വരൾച്ച കടന്നുപോയത്. അതിനുശേഷം നമുക്ക് 2002 ഇതിന് മുമ്പ് 1987 ഉണ്ടായിട്ടുണ്ട്, 2002, 2004, 2012 വരൾച്ച ഉണ്ടായിട്ടുണ്ട്. പല വർഷങ്ങളിലും കാലവർഷം കുറഞ്ഞപ്പോഴും തുലാവർഷം കുറഞ്ഞപ്പോഴൊക്കെ ഡാമുകളിൽ വെള്ളം മാറ്റുകയും ജലസേചനം കൊടുക്കേണ്ട കൃഷികളൊക്കെ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ഒരു പരിധിവരെ പ്രതികൂലമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. 2016 ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള വരൾച്ച കാലം നമുക്ക് മറക്കാറായിട്ടില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള കാർഷിക മേഖലയിൽ മൊത്തം നടുവടിച്ചിട്ടാണ് ഈ 2016 കൊടും വരൾച്ച. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വരൾച്ചയാണ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാണ് 2016 കാരണം തുലാവർഷം ഒട്ടും തന്നെ പെയ്യാതെ പോയ വർഷമായിരുന്നു. കാലവർഷത്തിൽ വലിയ കുറവുണ്ടായി, വേനൽമഴ വിചാരിച്ച പോലെ കിട്ടിയില്ല. അതുകൊണ്ട് ഡാമുകളിലൊക്കെ വെള്ളം പറ്റിപ്പോയി. പല വയനാട് പോലെയുള്ള ജില്ലകളിലൊക്കെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടാണ് അത്തരത്തിലുള്ള വരൾച്ച കടന്നുപോയത്. അതുപോലെ തന്നെ വേനലിലുണ്ടാകുന്ന മറ്റൊരു വിഷയമാണ് നമ്മുടെ വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ താപനില. അതുമായിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ, ഇപ്പോൾ സൂര്യാതപം, സൂര്യാഘാതം, ഉഷ്ണതരംഗം പോലുള്ള പ്രശ്നങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. 2010 ആദ്യമായിട്ട് സൂര്യാഘാതമൊക്കെ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനുശേഷം മിക്കവാറും എല്ലാ വർഷങ്ങളിലും പല ജില്ലകളിലായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2016 വേനലിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഉഷ്ണതരംഗം പോലുള്ള വലിയൊരു കാലാവസ്ഥയിലെ പ്രതിഭാസം പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഉണ്ടായത്. അതിനു മുമ്പ് നമ്മളതൊക്കെ കേട്ടറിവ് മാത്രമുള്ള വായിച്ചറിവ് മാത്രമുള്ള പ്രതിഭാസം മാത്രമായിരുന്നു. അപ്പോൾ ഈ ഉയർന്ന താപനിലയോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത കാർഷിക വിളകളൊക്കെ തന്നെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ വിഷയങ്ങൾ വരും വർഷങ്ങൾ വർദ്ധിച്ചു വരാൻ തന്നെയാണ് സാധ്യത. കാരണം കേരളത്തിൻ്റെ അന്തരീക്ഷ താപനില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. കാലാവസ്ഥയിലുണ്ടാകുന്ന രൂക്ഷമായിട്ടുള്ള അവസ്ഥകൾ, പ്രത്യേകിച്ച് താപനില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന അവസരങ്ങളിൽ താപനിലയിലെ ഈ തീക്ഷ്ണമായിട്ടുള്ള അവസ്ഥകൾ, ഉഷ്ണതരംഗം പോലുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ പകൽച്ചൂരിലുണ്ടാകുന്ന ആറ്റം, ഇതൊക്കെ ചില ദിവസങ്ങളിലൊക്കെ പാലക്കാട് ജില്ലയിൽ 42 വരെ കടന്നു പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിലെ പല പ്രദേശങ്ങളിലും 40 അടുക്കുന്നുണ്ട്. പാലക്കാടും പോലൊരു പല പ്രദേശങ്ങളാണ് പണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടുള്ള പ്രദേശം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു പല പ്രദേശങ്ങളിലും തൃശ്ശൂർ ജില്ലയിലും പോലും 39-40 അടുത്ത് വരുന്ന ചൂട് നമുക്ക് വേനൽക്കാലത്ത് രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നെൽകൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന
നമ്മളുടെ സമയത്തൊക്കെ ഉണ്ടാകുന്ന വെള്ളമില്ലാത്ത അവസ്ഥ, 1-2 ആഴ്ചകൾ വെള്ളം കിട്ടാത്ത അവസ്ഥ നെൽകൃഷിയെ നമ്മളെ പ്രത്യേകിച്ച് പ്രതികൂലമായി ബാധിക്കും. അതുപോലെ കൊക്കോ പോലുള്ള വിളകൾക്കൊക്കെ നമ്മൾ പഠനത്തിൽ കണ്ടിട്ടുള്ളത് അബ്രപ്റ്റായിട്ടുള്ള ചേഞ്ച്, ഇപ്പോൾ കൂടുതലുണ്ടാകുന്ന താപനിലയിലെ വ്യത്യാസം, കുതിച്ചുചാട്ടം ഉൽപ്പാദനത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്ന ചൂടിനേക്കാൾ ഉപരിയായിട്ട് കൂടുതലുണ്ടാകുന്ന അന്തരീക്ഷ താപനിലയിലെ ഏറ്റങ്ങളോടാണ് പല കാർഷിക വിളകളും പ്രതികൂലമായി ബാധിക്കുന്നത് എന്നുള്ളതും എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നമുക്കുണ്ടായിട്ടുള്ളത് ഒരു അസ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസം 2008-ത്തെ അസ്വാഭാവികമായിട്ടുള്ള വേനൽ മഴയാണ്. മാർച്ച് മാസത്തിലാണ് അത് സംഭവിച്ചത്. മാർച്ചിൽ കാലവർഷ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കനത്ത തോതിലുള്ള മഴ പെയ്തത്. പല സമയത്തും നമുക്ക് മാർച്ചിലൊക്കെ വേനൽ മഴ ചുരുക്കം ദിവസങ്ങളൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ ഇത് ദിവസങ്ങളോളം ആഴ്ചകളോളം നീണ്ടു നിന്ന് പെയ്ത മഴയിൽ കോൾപ്പാടങ്ങളിലൊക്കെ കൊയ്തിട്ടിരുന്ന നെല്ല് കടത്താൻ പറ്റാതെ മൊത്തം നശിച്ചുപോയി. അതുപോലെ കുട്ടനാടൻ മേഖലയിലും കൊയ്യാനിട്ടിരുന്ന നെല്ല് കൊയ്യാൻ പറ്റാതെയും കൊയ്തിട്ടിരുന്ന നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെയും നശിച്ചുപോയി. അന്ന് നമുക്ക് 100 കോടിയുടെ നഷ്ടമാണ് ഈ നെൽകൃഷി മേഖലയിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്, കാർഷിക കൃഷികൾക്ക് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് വരും വർഷങ്ങളിലോ മുന്നോട്ട് പോകുന്ന വർഷങ്ങളിലൊക്കെ നാം പ്രതീക്ഷിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. വേറൊരു വിഷയം ഇതുപോലെ തന്നെ അസ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുള്ളത് ഒരു ആലിപ്പഴം വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 2010 ഇടുക്കി ജില്ലയിലെ ചെന്നായിപ്പാറ പ്രദേശത്താണ് 500 ഏക്കർ കൃഷിയാണ്, ഏലം കൃഷിയാണ് നശിപ്പിച്ചത്. കനത്ത തോതിലുള്ള മണിക്കൂറുകളോളം നീണ്ടു നിന്നിട്ടുള്ള ആലിപ്പഴം വീഴ്ചകളാണ് നമുക്ക് നിരീക്ഷിക്കാനായത്. 500 ഏക്കറിൽ ഏലം കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ദുരന്തം എന്ന് പറഞ്ഞാൽ അതോറിറ്റി അധികൃതർ അന്ന് അവിടെ പരിശോധിച്ച് പിന്നെ കൃഷി നാശത്തിൻ്റെ കണക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ റവന്യൂ മിനിസ്റ്റർ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഇവർക്ക് എന്ത് സഹായം ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് 2017 വയനാട് മേഖലയിൽ ഇതുപോലെ തന്നെ അസ്വാഭാവികമായിട്ടുള്ള ആലിപ്പഴം വീഴ്ച. സാധാരണ ആലിപ്പഴം വീഴ്ച എന്നൊരു വാർത്ത പ്രധാനം നേടുന്നൊരു വിഷയമൊന്നല്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് അസ്വാഭാവികമായി സംഭവിക്കുമ്പോൾ, മണിക്കൂറുകളിൽ നിന്ന് പെയ്യുമ്പോൾ ആ മേഖലയിലെ കാർഷിക വിളകളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കരുതേണ്ട കാര്യമില്ല. കാരണം നോർത്ത് ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലൊക്കെ ഇത് ആലിപ്പഴം വീഴ്ച മൂലം ഒരുപാട് ഹെക്ടർ കണക്കിന് പല വിധത്തിലുള്ള കൃഷികൾ നശിച്ചു പോകുന്നതായിട്ട് നമുക്കറിയാം. അതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം ഇതിനൊക്കെ കണക്കാക്കാനായിട്ട്. ഹൈറേഞ്ച് മേഖലയിലാണ് ഇതിപ്പോൾ കണ്ടുവരുന്നത്. എന്നിരുന്നാലും മറ്റു ഇടനാട്ടിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള കാറ്റാണ്. കേരളത്തിൽ പലപ്പോഴും ശക്തമായിട്ട് കാറ്റ് വീശിടിക്കാറുണ്ട്, പലപ്പോഴും കാലവർഷക്കാലത്ത് അടിക്കാറുണ്ട്, പ്രീ മൺസൂൺ മന്തിൽ അടിക്കാറുണ്ട്. അതൊക്കെ പലപ്പോഴും കൃഷിക്ക് ദോഷമായിട്ട് വരാറുണ്ട്. പലപ്പോഴും ഉയർന്നു പൊങ്ങി വരുന്ന ക്യുമുലോനിംബസ് പോലുള്ള കുമരമഴമഴകളിൽ നിന്ന് ഇത്തരത്തിൽ ശക്തിയേറിയ കാറ്റ്, ഡൗൺ ബേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ പല പ്രദേശത്തും കൃഷിക്ക് മാത്രമല്ല മറ്റു വസ്തുവകൾക്കും നാശനഷ്ടങ്ങൾ പരിധരിക്കാറുണ്ട്. തൃശ്ശൂർ പാലക്കാട് ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചികക്കാറ്റ് ഒരു ഗൃഹപരമായിട്ടുള്ളൊരു ഓർമ്മയാണ്. നമുക്ക് ഓർമ്മയല്ല, നമ്മുടെ വർഷങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നവംബർ പകുതിയോടുകൂടി നമുക്ക് ആരംഭിച്ചിട്ട് അത് ഫെബ്രുവരി പകുതിയോടെ ശിവരാത്രിയോടുകൂടി ഇത് അവസാനിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പ്രതിഭാസം എന്ന് പറഞ്ഞാൽ വിലയിരുത്തുന്നത് തെറ്റില്ല, കാരണം അത് സ്ഥിരമായിട്ട് വീശിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ മൺസൂൺ പോലെയൊക്കെ സ്ഥിരമായിട്ട് വരികയും സ്ഥിരമായിട്ട് ആ സമയത്ത് അവസാനിക്കുന്നതാണ്. അത് പാലക്കാട് തൃശ്ശൂർ ജില്ലയിലൊക്കെ ശക്തമായിട്ട് വീശാറുണ്ട്. ഇപ്പം സമീപ വർഷങ്ങളിലൊക്കെ കാറ്റിൻ്റെ വരവിലും പോക്കിലും ഗതിയിലൊക്കെ ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ ഒരു താളപ്പുഴ കാണുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാറ്റ് പലപ്പോഴും തെങ്ങിൻ്റെ മണ്ട വരെ വികൃതി കാണിച്ചിട്ട് ഓല ഒടിഞ്ഞു വീഴുന്നതിനും ക്രൗൺ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ പര്യാപ്തമാണ്. അത്ര ശക്തമായിട്ടുള്ള കാര്യമാണ്. ചില സമയത്ത് അത് 10-40 കിലോമീറ്റർ വരെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വിൻഡ് സ്പീഡ് കാണിക്കുന്നുണ്ട്. മുരിങ്ങ, അതുപോലെ നെൽകൃഷി, കശുമാവിൻ്റെയൊക്കെ പരാഗണത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ പാലക്കാട് ജില്ലയിൽ തൃശ്ശൂരിൽ നെൽകൃഷിയിലും ചെറിയൊരു ഇടിവുണ്ടാക്കാനായിട്ട് ഇത്ര ശക്തമായിട്ടുള്ള ഈ കാറ്റിന് കഴിയുന്നുണ്ട് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശക്തമായിട്ടുള്ള കാറ്റ് വരും വർഷങ്ങളിൽ കാറ്റിൻ്റെ താളപ്പുഴ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും നൈമിഷികമായിട്ടുള്ള കാറ്റിൻ്റെ ഏറ്റങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ പൊതുവെ ഒരു കുറവിൻ്റെ ഒരു പ്രവണതയാണ് നമുക്ക് കാണുന്നത്. എങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള കാറ്റുകളെ കരുതിയിരിക്കണം. പിന്നെ ഒന്ന് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങളാണ്.
നമുക്ക് പ്രധാനമായിട്ടും ഹൈറേഞ്ച് മേഖല എന്ന് പറയുമ്പോൾ വയനാട് ഇടുക്കി പോലുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള പഠനം നടത്തി മനസ്സിലായിട്ടുള്ള പകൽച്ചൂട് വർദ്ധിച്ചു വരുന്നതായിട്ടും പിന്നെ രാത്രി ചൂടിൽ കുറവുണ്ടാകുന്നതായിട്ടാണ്. കേരളത്തിൽ മൊത്തത്തിൽ പകൽച്ചൂട് വർദ്ധിച്ചു വരുന്നുണ്ട്, പക്ഷേ ഹൈറേഞ്ചുകളിൽ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. രാത്രി ചൂട് കുറയുന്നതായിട്ടാണ്. പക്ഷേ കേരളത്തിൽ മൊത്തത്തിലെടുത്താൽ ഈ രാത്രി ചൂടിൽ നേരിയൊരു വർധന ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഹൈറേഞ്ച് മേഖലയിലെ ഈ ഏറ്റവും ഇറക്കവും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ദൈനികമായിട്ടുള്ള താപനില ഉണ്ടാകുന്ന അന്തരം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നിരീക്ഷണങ്ങൾ കാണിക്കുന്നത്. അവിടെ നമുക്കറിയാം പിന്നെ ഹൈറേഞ്ചിൽ വളർന്ന വിളകൾ അവിടുത്തെ തനത് വിളകളാണ്. ഇപ്പോൾ കാപ്പി, ഏലം, കുരുമുളക്, ചായ, അതുപോലെ കൊക്കോ പോലുള്ള കശുമാവ് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലുള്ള വിളകളൊക്കെയാണ് അവിടെ വളർന്നു വരുന്നത്. അപ്പോൾ അവിടുത്തെ തനത് വിളകൾ തെർമോസെൻസിറ്റീവ് ക്രോപ്സ് ആണ്. ഇതൊക്കെ തന്നെ താപനിലയിലെ ചെറിയ അന്തരത്തിനോട് പോലും വലിയ തരത്തിലുള്ള പ്രതികരണ സ്വഭാവം കാണിക്കുന്ന വിളകളാണ്. അപ്പോൾ ഈ വിളകൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി വരികയാണെങ്കിൽ, ഈ താപനിലയിലെ അന്തരം വർദ്ധിച്ചു വരികയാണെങ്കിൽ ഈ വിളകൾ ഈ താപനിലയിലെ അന്തരത്തോട് എപ്രകാരമാണ് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയത് കാണേണ്ടി വരും. മിക്കവാറും ഇത്തരത്തിലുള്ള വിളകൾ ഈ തെർമോസെൻസിറ്റീവ് ക്രോപ്സ് താപനിലയിൽ ഉണ്ടാകുന്ന ഈ വ്യത്യാസത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ ഒരുപക്ഷെ കഴിഞ്ഞു വരില്ല. ക്രമാനുഗതമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു പരിധിവരെ അനുകൂലിച്ചു പോയാൽ പോലും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതികൂലമായിട്ടുള്ള ഒരു പ്രഭാവം ഉളവാക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണ് ഹൈറേഞ്ചിലുള്ള മാറ്റങ്ങൾ. വയനാട് ജില്ലയിൽ ഈ സ്ഥിതിവിശേഷങ്ങളുണ്ട്. മഴ കുറയുന്നുണ്ട്, താപനിലയിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ പണ്ടുണ്ടായിരുന്ന താപനില എന്നല്ല ഇപ്പോൾ വയനാട്ടിലുണ്ടാകുന്നത്. മഞ്ഞുകാലത്ത് പോലും നമുക്ക് വെളിച്ചെന്ന് പോലും കുറഞ്ഞു പോകുന്നില്ല. അത്തരം പ്രശ്നങ്ങളുണ്ട്. പണ്ട് വയനാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഓറഞ്ച് തോട്ടങ്ങളുണ്ടായിരുന്നു. ഓറഞ്ചൊന്നും ഇല്ലെന്ന്. അവിടെ വയൽ നാടായിരുന്നു വയൽനാട്. ഇന്ന് വയലുകളൊക്കെ ശുഷ്കിച്ചു പോയി. ഇന്ന് നേന്ത്രവാഴയും പിന്നെ മറ്റു വിളകളൊക്കെ സ്ഥാനം മാറിക്കൊടുത്തു. ഇഷ്ടംപോലെ റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ കവുങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന വയലൊക്കെ മറ്റ് കാർഷിക വിളകൾക്ക് വേണ്ടി വഴിമാറി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ വളരെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസാണ് സംസ്ഥാനത്തിൻ്റെ. അവിടെയൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ കാർഷിക മേഖലയെ അടിമുടി മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാർഷിക മേഖലയിലെ പിന്നെ നെൽകൃഷി മേഖലയിൽ നമുക്ക് ആവശ്യത്തിനുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. നമുക്ക് 40 ലക്ഷം ടൺ ഉൽപ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഇന്നുള്ള നെൽകൃഷി ഇടങ്ങളുടെ 2 ലക്ഷം ഹെക്ടർ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ തരിശുരഹിത ഭൂമി പദ്ധതി അനുസരിച്ച് കുറേ ആളുകളും പിന്നെ സർക്കാരിൻ്റെ നിയമം ഒക്കെ അനുസരിച്ചിട്ട് കൃഷി ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് 1 ഇഞ്ച് പോലും മണ്ണിട്ട് നികത്തുന്നില്ല എന്ന് സർക്കാർ തലത്തിലും നമുക്ക് പഞ്ചായത്ത് തലത്തിൽ വരെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ലെവലിൽ വരെ നമുക്കത് നോക്കിക്കാണാനുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം 1 ഇഞ്ച് പോലും നമ്മൾ കാർഷികമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലാതെ കാർഷികേതര വ്യക്തികൾക്കും മറ്റും വിട്ടുകൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇന്നുണ്ടായിട്ടുള്ള ഇപ്പം നമുക്കുള്ള പിന്നെ ഏതാണ്ട് 5-നും 6-നും അടയ്ക്കുന്നത് 6 ലക്ഷം ടൺ നമുക്ക് ഉൽപ്പാദനം ഉണ്ടെന്ന് കണക്ക് കൂട്ടാം. അതിനടുത്തുണ്ട്. നമുക്ക് 40 ലക്ഷത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിസ്തൃതി നമുക്ക് ഏതാണ്ട് ഒരു 7 ഇരട്ടിയെങ്കിലും കൃഷിയുടെ വിസ്തൃതി വർദ്ധിക്കാനുണ്ട്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുമെന്ന് അറിയില്ല. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ളത് നശിപ്പിക്കാതിരിക്കുക, കാലാവസ്ഥാപരമായിട്ടുള്ള വിഷയങ്ങൾ വർദ്ധിച്ചു വരും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നമുക്ക് അനുവർത്തിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ട്. എന്നത്തേക്കാളും കൂടുതലായിട്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. പുതിയ ടെക്നോളജികളും ടൂൾസൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വരൾച്ച സംബന്ധമായിട്ടുള്ള ഡ്രൗട്ട് റെസിസ്റ്റന്റ് വെറൈറ്റീസ് നമുക്ക് കാർഷിക സർവകലാശാല പല സ്ഥാപനങ്ങൾ വെറൈറ്റികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സൊക്കെ കാർഷിക മേഖലയിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ തരത്തിലുള്ള ബയോടെക്നോളജി ടൂൾസ് നമുക്ക് ലഭ്യമാണ്. എല്ലാ മേഖലയിലുമുള്ള അറിവുകളും നാട്ടറിവുകളും എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാർഷിക വൃത്തി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനം ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള കാർഷിക മേഖലയിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ചേർത്ത് തോൽപ്പിക്കാനും സുസ്ഥിരമായിട്ടുള്ള കാർഷിക ഉൽപ്പാദനം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. അരിയുടെ കാര്യത്തിൽ നടത്താൻ കഴിഞ്ഞാൽ പോലും മറ്റ് പച്ചക്കറികളായാലും മറ്റ് ട്യൂബർക്ലോസ്
മറ്റ് കാർഷിക രീതിയിൽ നമുക്ക് ഉൽപ്പാദനം ഒരു പരിധി വരെ നേടിയെടുക്കുന്നതിനും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ പച്ചക്കറിയുടെ കാര്യത്തിലായാലും മറ്റു വിളകളായാലും അരിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ഇപ്പോഴത്തെ ലെവലിൽ കഴിയില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ മാത്രമേ നമുക്ക് കാർഷിക സുസ്ഥിര കേരളം പടുത്തുയർത്താൻ കഴിയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള കൈറ്റ്സ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ചിട്ടുള്ള കാർഷിക പദ്ധതിയായ പുനർജനിയുടെ ഭാഗമായി നടത്തുന്ന ഈ വെബിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ. കൈറ്റ്സ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ചിരിക്കുന്ന പുനർജനി എന്ന പദ്ധതി കാർഷിക രംഗത്തേക്ക് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കടന്നു വരാൻ പ്രചോദനം നൽകുന്നതിനും കേരളത്തെ ഒരു കാർഷിക സ്വയം പര്യാപ്ത സമൂഹമാക്കി മാറ്റുന്നതിനും വേണ്ട പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സംഘടനയാണ്. ഇതിൻ്റെ ഭാഗമായി തരിശുഭൂമിയിലെ കൃഷി, അതുപോലെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ മുതലായ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ഭക്ഷ്യമേഖല സ്വയം പര്യാപ്തതയുടെ ആവശ്യകത വെല്ലുവിളി എന്ന വിഷയത്തിൽ ഈ വെബിനാർ നടത്തുന്നത്. കേരളത്തിലെ ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ട ഒരു വിഷയം എങ്ങനെയാണ് കേരളം ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെയുള്ള മറ്റ് സുരക്ഷകൾ കൂടി ഉൾച്ചേർത്തുകൊണ്ട് അതിജീവനക്ഷമതയുള്ള ഒരു സംസ്ഥാനമായി മാറുന്നത് എന്ന വിഷയമാണ്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിജീവനക്ഷമതയുള്ള കേരളം എന്ന വിഷയത്തെക്കുറിച്ച് ഹ്രസ്വമായി സംസാരിക്കാനാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് നമ്മളിലുണ്ടായിരിക്കുന്ന ഈ അവബോധം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ജനജീവിതത്തിൻ്റെ നാനാവിധമായ സുരക്ഷകളെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. 2 വർഷം മുമ്പ് കേരളത്തെ പിടിച്ചുലച്ച ഒരു മഹാപ്രളയം അവസാനിച്ചപ്പോഴാണ് നാം അതിജീവനക്ഷമതയുള്ളൊരു സമൂഹമാണോ എന്ന ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്നത്. ഏതാണ്ട് 1 നൂറ്റാണ്ടിൽ മാത്രം സംഭവിക്കാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പ്രളയം കേരളത്തിൻ്റെ ജീവിതങ്ങളെ മാത്രമല്ല, കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയെയും ഭക്ഷ്യോൽപാദന വ്യവസ്ഥയെയും ഉപജീവന സുരക്ഷയെയും ഒക്കെ വല്ലാത്ത വിധത്തിൽ പിടിച്ചു കുലുക്കിയ ഒരു ചരിത്ര സംഭവമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ജനതകളെ നാം കണ്ടിട്ടുണ്ട്. സുനാമി, കടൽക്ഷോഭം, കൊടുങ്കാറ്റുകൾ, അതിവർഷം, വരൾച്ച, അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനം എന്നിങ്ങനെ നിരവധിയായ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കുന്ന സമൂഹങ്ങളെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടാവുകയും കേരളത്തിൻ്റെ ഏതാണ്ട് 1/6 വരുന്ന ജനവിഭാഗങ്ങളെ അത് ബാധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ സംഗതിയായിരുന്നു. പക്ഷെ അതിൽ നിന്നും കേരളം നിരവധി പാഠങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് സത്യം. അതിജീവനം എന്നുള്ളത് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വികസന പ്രക്രിയയ്ക്ക് അതിൻ്റെ നൈരന്തര്യത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ വ്യക്തികളെയും സമൂഹങ്ങളെയും നമ്മുടെ മനുഷ്യരുടെ കൂട്ടായ്മകളെ സംരക്ഷിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും ഈ തരത്തിലുള്ള ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമുള്ള
കഴിവിനെയാണ്, സ്വയം സംരക്ഷിക്കുന്നതിനുള്ള കഴിവിനെയാണ് നമ്മൾ അതിജീവനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അതിജീവനക്ഷമത കൈവരിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ഇങ്ങനെ അതിജീവനക്ഷമതയുള്ള പല സമൂഹങ്ങളും നിരന്തരമായ മാറ്റങ്ങളിലൂടെ കടന്നു വരികയും ഈ തരത്തിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നേരിടുന്നതിൽ അവരുടേതായ പ്രത്യേക സംവിധാനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത ജനസമൂഹങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനാവില്ല. അവയെ പ്രതിരോധിക്കുക പലപ്പോഴും മനുഷ്യ സാധ്യവുമല്ല. പക്ഷേ ഈ ദുരന്തങ്ങളെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുകയും ഈ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ആഘാതം കുറയ്ക്കുകയും ചെയ്യാം. ആഘാതം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങളും കുറയ്ക്കാൻ കഴിയും. ഈ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് കരകയറുകയും തിരിച്ച് സ്വാഭാവിക ജീവിതത്തിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണ് അതിജീവനക്ഷമതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഉപജീവന മാർഗങ്ങളെ പുനഃസ്ഥാപിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഭൗതിക പരിസരത്തെ നമുക്ക് പുനഃസൃഷ്ടിക്കേണ്ടതായിട്ട് വരും. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെയും കാലക്രമേണ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ട് വരും. ആ പ്രക്രിയയിൽ ഇടയ്ക്ക് ചിലപ്പോൾ വീണ്ടും ദുരന്തങ്ങൾ നമ്മെ ബാധിച്ചേക്കാം. അങ്ങനെ വരുന്ന സമയത്തും ഇരട്ടി ശക്തിയോടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. അത് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കഴിയാവുന്ന ഒന്നല്ല. സമൂഹമാകെ ഈ പ്രശ്നത്തിലേക്ക് അവരുടെ കണ്ണുകൾ തുറക്കുകയും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും സാങ്കേതികവിദ്യയോടൊപ്പം തന്നെ സാമൂഹികമായ സുസജ്ജമായ സംഘടനാ രൂപങ്ങൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലേ നമുക്ക് അതിജീവന ക്ഷമത കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ 2018 അതിനുശേഷം 2019 ഭാഗികമായി ഉണ്ടായിട്ടുള്ള പ്രളയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നാം അതിനെ നേരിടുന്നതിന് അത്ര സജ്ജമായിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര സജ്ജമായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. കേരളത്തിൻ്റെ ഏതാണ്ട് 1/6 ജനസംഖ്യ അത് ബാധിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ഏതാണ്ട് 164% കൂടുതൽ മഴ പെയ്ത അതിവർഷത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിഭാസമുണ്ടായി. കേരളത്തിലെ ഡാമുകൾ ഏതാണ്ടെല്ലാം തുറക്കുന്ന അഭൂതപൂർവമായ ഒരു സ്ഥിതിവിശേഷം സംജാതമായി. കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് 7000-ൽ പരം കോടി രൂപയുടെ നഷ്ടം കാർഷിക മേഖലയിൽ മാത്രമുണ്ടായി. നമുക്ക് നമ്മുടെ വിഭവ സ്രോതസ്സുകളെ മാത്രം ആശ്രയിച്ച് ഈ ആഘാതത്തിൽ നിന്ന് കരകയറാൻ കഴിയില്ല എന്ന ബോധ്യമുണ്ടായി. എമ്പാടു നിന്നും നമുക്ക് സഹായങ്ങൾ പ്രവഹിച്ചു. കേരളത്തിൻ്റെ ഭരണകൂടം ഈ പ്രശ്നത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി സമഗ്രമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. കേരളം യഥാർത്ഥത്തിൽ അതിജീവനക്ഷമതയിലേക്ക് നടക്കുന്നതിൻ്റെ ആദ്യ ഘട്ടങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. പ്രളയത്തിൻ്റെ കെടുതികളിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയോ മാത്രമല്ല, മറിച്ച് നഷ്ടപ്പെട്ടതെല്ലാം പുനഃസൃഷ്ടിക്കുകയും അത് അത്യന്തം പുതുമയോടെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ള മുദ്രാവാക്യമാണ് കേരളം ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ കേരളത്തെ പുനഃസൃഷ്ടിക്കുക, കേരളത്തെ പുനർനിർമ്മിക്കുക എന്നർത്ഥത്തിൽ റീബിൽഡ് കേരള എന്ന ഒരു സംരംഭത്തിന് നാം തുടക്കം കുറിക്കുകയുണ്ടായി. ഈ സംരംഭം വിവിധ മാനങ്ങളുള്ള ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഉപജീവന മാർഗങ്ങൾ പുനഃസ്ഥാപിക്കുക മാത്രമല്ല, മറിച്ച് ഈ തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അവ എങ്ങനെയാണ് നമ്മുടെ ഭൂപ്രകൃതിയെ ബാധിക്കുന്നത്, ഓരോ സ്ഥലത്തുമുള്ള സവിശേഷ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈ ആഘാതങ്ങൾ കൂടുതൽ പ്രകടമാകുന്നത്, എങ്ങനെയാണ് പ്രളയം പോലെയുള്ള ഒരു പ്രാപഞ്ചിക പ്രതിഭാസം, നമുക്ക് നിയന്ത്രണമില്ലാത്ത ഈ ഒരു പ്രതിഭാസം ഓരോ ജനപഥങ്ങളെ
അതുപോലെ തന്നെ ഭൂവിഭാഗങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പഠനങ്ങളാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് നമുക്ക് ഈ തരത്തിലുള്ള ആഘാതങ്ങളെ എങ്ങനെ ലഘൂകരിക്കാൻ കഴിയും എന്നുള്ള തന്ത്രങ്ങൾ ഒരുക്കലാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ജല ബഹിർഗമന മാർഗങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണെന്ന് പരിശോധിക്കേണ്ടതായി വരും. കുന്നിൻ ചെരുവിൽ നാം കൃഷി ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് പുനഃപരിശോധിക്കേണ്ടതായി വരും. എങ്ങനെയാണ് വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് എന്നുള്ള പ്രക്രിയ നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കാർഷിക മേഖലയിൽ എന്തെങ്കിലും പുതിയ പരിവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഭവന നിർമ്മാണ മാതൃകകൾ ശാസ്ത്രീയമായിട്ടാണോ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ നാം കൈകാര്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആഘാതങ്ങളെ പ്രതിരോധിക്കാൻ തക്ക വിധത്തിലാണോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. എന്നിങ്ങനെ ബഹുമുഖങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ബഹുമുഖങ്ങളായിട്ടുള്ള സമീപനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് അതിജീവനക്ഷമതയിലേക്കുള്ള നമ്മുടെ യാത്ര. ആ തരത്തിൽ എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടും കേരളത്തിനെ അതിജീവനക്ഷമതയിലേക്കും പുരോഗതിയിലേക്കും ദീർഘവീക്ഷണത്തോടുകൂടി നയിക്കുന്നതിനുള്ള പരിപാടികളാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി നാം ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി പ്രളയത്തിൻ്റെ ഫലമായി തകർന്ന പാലങ്ങളും റോഡുകളും പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, മറിച്ച് ആ തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനി വരാത്ത വിധം കൂടുതൽ സംരക്ഷണ മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നതിന് കൂടി നാം ശ്രമിക്കുകയുണ്ടായി. ഉദാഹരണത്തിന് കുട്ടനാട് പോലെയുള്ളൊരു പ്രദേശത്ത് അവിടുത്തെ ജല നിർഗമന മാർഗങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായി പുനരാവിഷ്കരിക്കുന്നതിന് ഒരു വലിയ പദ്ധതി നാം തയ്യാറാക്കി. കുട്ടനാടിൻ്റെ സമഗ്രമായ വികസനം മുൻനിർത്തിയാണ് ആ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. വലിയ തോതിൽ മലയിടിച്ചിലുണ്ടായ, ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾക്ക് വേണ്ട ശാസ്ത്രീയമായ പദ്ധതികളുണ്ടാക്കി. ഇതിനോടൊപ്പം തന്നെ ആ സമയത്ത് ഉപജീവനമാർഗം നഷ്ടപ്പെട്ട ലക്ഷക്കണക്കായ മനുഷ്യർക്ക് ഉപജീവനമാർഗങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന്, അതുപോലെ നഷ്ടപ്പെട്ട കൃഷി പുനരുദ്ധരിക്കുന്നതിന്, വ്യവസായങ്ങൾ പുനരുദ്ധരിക്കുന്നതിന്, അതുപോലെ സേവന മേഖലയിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്തുന്നതിന്, ഭവനം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ ഈ സമഗ്രമായ പദ്ധതിയിൽ നാം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും അതിനാവശ്യമായ വിഭവ സമാഹരണം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കേരളത്തിൻ്റെ അതിജീവനക്ഷമതയെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുക മാത്രമല്ല, മറിച്ച് ഈ പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് കോവിഡ് പോലെയുള്ള മറ്റൊരു വലിയ ആഘാതം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് നാം അതിനെ പ്രതിരോധിക്കുക എന്നുള്ള പ്രശ്നം കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ സന്ദർഭത്തിലാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ നമുക്ക് കൈവരിക്കാൻ കഴിയുമോ എന്ന സന്ദേഹം പലരും ഉയർത്തിയിരുന്നെങ്കിലും കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലത്ത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ കൃഷിമന്ത്രിയുമൊക്കെ നടത്തിയ ആഹ്വാനങ്ങൾക്ക് പ്രതികരണമെന്ന നിലയിൽ ആബാലവൃദ്ധം ജനങ്ങൾ സ്വന്തമായിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള കേരളത്തിലെ മണ്ണിലേക്ക് തിരിച്ചു പോവുകയും ഏതെങ്കിലും വിധത്തിലുള്ള കാർഷിക വൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അഭൂതപൂർവമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്നുണ്ടായ ഈ തിരിച്ചറിവ് നമുക്ക് നിലനിർത്താൻ കഴിയണം എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിക്കുന്ന വെല്ലുവിളി. നമുക്ക് കൃഷിയിലേക്ക് ആകർഷിക്കപ്പെട്ട ഈ ജനവിഭാഗങ്ങളെ ആകെ കൃഷിയിൽ ഭാഗികമായിട്ടെങ്കിലും നിലനിർത്താൻ കഴിയണം. കൃഷിയിലേക്ക് വന്നിട്ടുള്ള സംരംഭകരെയും യുവാക്കളെയും നമുക്കൊരു ഉപജീവനം എന്ന നിലയിൽ കൂടുതൽ ആകർഷകമായ രീതിയിൽ കൃഷിയെ വികസിപ്പിച്ചുകൊണ്ട് അവരെ ഇതിനകത്ത് നിലനിർത്താൻ കഴിയണം. കൃഷി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക മേഖല എന്ന രീതിയിൽ അതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്താൻ കഴിയണം. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാർഷിക മേഖലയിലെ മൂലധന നിക്ഷേപം, അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടി, ധനസഹായം, പുതിയ സാങ്കേതികവിദ്യ എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ
കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അതിജീവനക്ഷമതയിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകും എന്നുള്ളതാണ് സത്യം. ഈ തരത്തിൽ കേരളത്തിൻ്റെ അതിജീവനക്ഷമത എന്നുള്ളത് ഭക്ഷ്യസുരക്ഷയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ആ തരത്തിൽ തികഞ്ഞ ഗൗരവത്തോടെ ഈ മേഖലയെ സമീപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിന് സഹായകമാകുന്ന വിധത്തിൽ ഈ വെബിനാറും അതുപോലെ തന്നെ കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ പുനർജനി എന്ന ഈ സംരംഭവും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം. കൈറ്റ് ഫൗണ്ടേഷൻ നടത്തുന്ന വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി സുരക്ഷ എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ നടപ്പാക്കുന്ന പരിപാടി സുഭിക്ഷ കേരളം. ആ സുഭിക്ഷ കേരളത്തിന് പിന്തുണയുമായി കൈറ്റ് ഫൗണ്ടേഷൻ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണല്ലോ ഈ സെമിനാർ. നിങ്ങൾ നടത്തുന്ന എല്ലാ നല്ല പരിപാടികളും 1000 ഏക്കറിൽ കൃഷിയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതടക്കമുള്ള പരിപാടികളിൽ എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു. നല്ല കേരളം ഉണ്ടാകട്ടെ. സുഭിക്ഷമായ കേരളം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷയുള്ള കേരളം എന്നാണ് അതിനർത്ഥം. കേരളീയരെ പറ്റി നാം പറയാറുള്ള ഒരു കാര്യം, ഉണ്ടാക്കുന്നൊന്നും ഉപയോഗിക്കാത്തവരും ഉപയോഗിക്കുന്നൊന്നും ഉണ്ടാക്കാത്തവരുമാണ് മലയാളികൾ എന്നതാണ്. അതിലൊരു സത്യവുമുണ്ട്. ഉദാഹരണത്തിന്, നാം ഉണ്ടാക്കുന്ന എല്ലാ നല്ല സാധനങ്ങളും നമ്മൾ കയറ്റി അയക്കുകയാണ്. അത് നമ്മുടെ സ്പൈസസ് ആയാലും റബ്ബറായാലും കാപ്പി ആയാലും തേയിലയായാലും തേങ്ങയായാലും ഇഞ്ചി ആയാലും കുരുമുളകായാലും ഒക്കെ കയറ്റി അയക്കുക. നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും, നമ്മുടെ ഭക്ഷ്യവസ്തുക്കളും മറ്റെല്ലാം നാം ഇറക്കുമതി ചെയ്യുന്നു. മനുഷ്യരുടെ കാര്യത്തിലും അത് ശരിയാണ്. നല്ല മനുഷ്യരൊക്കെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടാണ് വളർത്തിയെടുക്കുക. അതിന് പറ്റാത്തവർ ഇവിടെ നിൽക്കും. നമുക്ക് ആവശ്യമുള്ള തൊഴിൽ മുഴുവൻ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരും. ഇതാണ് കുറേ കാലമായി കേരളത്തിൻ്റെ ഒരു രീതി. ഇത് വലിയൊരു പ്രതിസന്ധി സാമ്പത്തികമായി ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നതിൻ്റെയും ഉപയോഗിക്കുന്നതിൻ്റെയും വില നിർണ്ണയിക്കാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ വില നിശ്ചയിക്കുന്നത് പുറത്തെ കമ്പോളമാണ്. റബ്ബറിൻ്റെ വില നിശ്ചയിക്കുന്നത് ടയർ കമ്പനികളും ചെരുപ്പ് കമ്പനികളുമാണ്. തേങ്ങയുടെ വില നിശ്ചയിക്കുന്നത് സോപ്പ് കമ്പനികളും മറ്റാളുകളുമാണ്. അതുപോലെ നേരെ മറിച്ച് നാം ഉപയോഗിക്കുന്ന ഒന്നിൻ്റെയും, നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ, നമ്മുടെ ചോറായാലും അല്ലെങ്കിൽ പച്ചക്കറി ആയാലും മുട്ടയായാലും പഴങ്ങളായാലും വില നിശ്ചയിക്കുന്നത് നമ്മളല്ല. സാമ്പത്തികമായി സ്റ്റിയറിംഗ് കയ്യിലില്ലാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. അത് കേരളത്തിൻ്റെ ഭരണകർത്താക്കൾക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മളിത് മറികടന്നത് പ്രത്യേകിച്ചും നാണ്യവിളകളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതുപോലെ നമ്മുടെ വിദേശ മലയാളികൾ ഇങ്ങോട്ട് അയക്കുന്ന മണി ഓർഡർ എക്കോണമിയും ചേർന്നുകൊണ്ടാണ്. ഇതുവരെ നമ്മളത് പിടിച്ചു നിന്നു. പക്ഷേ ഈ COVID-19 വന്നതോടുകൂടി ലോകത്ത് മാന്ദ്യവും അതോടൊപ്പം വന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നാം വന്നിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അത് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലത്ത് നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ആഗോളവൽക്കരണം എന്നത് ഇന്ന് കഴിഞ്ഞൊരു 6 മാസം മുമ്പുള്ളത് അത്ര പോലും പ്രസക്തമല്ല. കാരണം എന്താ? ഉദാഹരണം നോക്കൂ, യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള യൂണിയനുകൾ പോലും ഇന്ന് ഫലപ്രദമല്ല. UN പോലും ഫലപ്രദമല്ലാത്ത ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഓരോ സമൂഹവും അവരവരുടേതായ രക്ഷയ്ക്ക് വേണ്ട രീതിയിൽ നയങ്ങൾ, നിയമങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോളവൽക്കരണം ആ അർത്ഥത്തിൽ ഒരു പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഉൽപ്പന്നവും ഏത് സമയവും നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടും എന്ന ധൈര്യം, പണം ഉണ്ടായാൽ മതി, ക്രെഡിറ്റ് കാർഡ് ഉണ്ടായാൽ മതി എന്ന ധൈര്യത്തിലാണ് മലയാളി വളർന്നു വന്നത്. അതിപ്പോൾ ഏതാണ്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം പ്രത്യേകിച്ചും ഭക്ഷ്യവസ്തുക്കൾ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എല്ലാ കാലത്തും ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് മണ്ണ് ആവശ്യമാണ്. സുഭിക്ഷ കേരളം എന്ന പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നത് തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് എങ്ങനെ സംരക്ഷിക്കാം. കാരണം ഭക്ഷ്യവസ്തുക്കളുടെ അടക്കം എല്ലാ കാർഷിക വ്യവസ്ഥയുടെയും അടിസ്ഥാനം മണ്ണാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണില്ലാതെ ജീവിക്കാം എന്ന രൂപത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണ്ണ് എന്നത് ജീവനെ സംരക്ഷിക്കുന്ന ഒന്നല്ല, മറിച്ച് മുറിച്ചും മറിച്ചും കുഴിച്ചും നികത്തിയും വിൽക്കാനുള്ള ചരക്കായി മണ്ണ് മാറിയിരിക്കുന്നു. മണ്ണിൻ്റെ ജൈവ സ്വഭാവത്തിൽ നിന്ന് വേർപെടുത്തുന്നു. മണ്ണിനെ കൂടുതൽ വില കിട്ടുന്ന രൂപത്തിലേക്ക് നാം മാറ്റുന്നു. അങ്ങനെ മാറ്റുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ മണ്ണ് അങ്ങനെ മാറ്റപ്പെടേണ്ട ഒരു വസ്തുവല്ല എന്നതാണ് ശാസ്ത്രീയമായ സത്യം.
ഓരോ മണ്ണിൻ്റെ രൂപങ്ങൾക്കും അതിൻ്റെ ഘടനയ്ക്കും പാരിസ്ഥിതികമായും സാമൂഹികമായും സാമ്പത്തികമായും അതുപോലെ എല്ലാ കാര്യത്തിലും നമുക്ക് പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് മലകൾക്ക് മുകളിലുള്ള വനങ്ങൾ, അതുപോലെ അരുവികൾ, ചോലകൾ, കണ്ടൽ, കായൽ, കടൽ, ഇതെല്ലാം തന്നെ വ്യത്യസ്തമായ പാരിസ്ഥിതിക അവസ്ഥയിലുള്ളതാണ്. ഇതിനൊക്കെ വ്യത്യസ്തമായ പാരിസ്ഥിതിക ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമി നമുക്ക് ഇഷ്ടം പോലെ മാറ്റപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഭൂമിയുടെ രൂപമാറ്റം സംബന്ധിച്ച് നിരവധി നിയന്ത്രണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പാലിക്കാറില്ല. അത് ഉദാഹരണം പറഞ്ഞാൽ, 1 ഏക്കർ നെൽപ്പാടം അതിൻ്റെ മൂല്യം നമ്മൾ നിശ്ചയിക്കുന്നത് അതിൽ നിന്ന് എത്ര നെല്ല് കിട്ടാം എന്നതനുസരിച്ചല്ല, അത് നികത്തി വിറ്റാൽ, അത് എങ്ങനെ മറിച്ച് വിറ്റാൽ എത്ര പണം കിട്ടും. വിപണന മൂല്യം എന്നതാണ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഭൂമി വിപണന മൂല്യത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല. മനുഷ്യൻ്റെ ശരീരം പോലെ അത് കണക്കാക്കണം. എൻ്റെ ശരീരത്തിലുള്ള ഒരു അവയവത്തിന് നിങ്ങൾ വിലയിട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അതെൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നതാണ്. ശരീരം അതിനെയാണ് ആശ്രയിക്കുന്നത്. ഭൂമി അങ്ങനെ ആശ്രയിക്കുന്നതാണ്. മാത്രമല്ല, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഭൂമി നമ്മൾ മാത്രമല്ല ഭൂമി ആശ്രയിക്കുന്നത്. അനേക ജൈവ സസ്യ രൂപങ്ങൾ ഭൂമി ആശ്രയിക്കുന്നുണ്ട്. അവർക്ക് കൂടി ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഭൂമി ഉണ്ടാവണം. കൃഷി എന്ന് പറയുന്നത് ഈ ജീവരൂപങ്ങളുടെ ഒരു വലിയ സംഘാതമാണ്. ഇതെല്ലാം ചേർന്നുള്ള ഒരു സങ്കീർണമായ പ്രവർത്തനമാണ് കൃഷി. കൃഷി നമ്മൾ കാണുന്നത് പോലെ കേവലം ഒരു രാസപ്രവർത്തനമല്ല. സങ്കീർണമായൊരു ജൈവ രാസഘടനയുടെ പ്രവർത്തനമുണ്ട്. അത് കാലാവസ്ഥയുമായി ബന്ധമുണ്ട്, മണ്ണുമായി ബന്ധമുണ്ട്, ചുറ്റുപാടുമുണ്ട്, സസ്യങ്ങളുമായി ബന്ധമുണ്ട്, ജൈവ വൈവിധ്യവുമായി ബന്ധമുണ്ട്. ഈ സമഗ്രതയിൽ നിന്നുകൊണ്ട് കൃഷിയെ നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ ഭക്ഷ്യകൃഷിയിലേക്ക് നാം മാറുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭൂമി സംബന്ധിച്ച് അതിൻ്റെ സംരക്ഷണം സാധ്യമാണ്. അതുമാത്രവുമല്ല, നമ്മുടെ ജലപ്രതിസന്ധിയും വായുവിൻ്റെ ശുദ്ധീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ കൂടെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിലുണ്ട്, നമ്മുടെ മാലിന്യ പ്രശ്നങ്ങൾ അതിലുണ്ട്. ഉദാഹരണത്തിന്, നാം ഭക്ഷ്യവസ്തുക്കളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ മാലിന്യം നമ്മുടെ മണ്ണിലേക്ക് വരും. കേരളത്തിൻ്റെ പ്രശ്നം, കേരളത്തിൽ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യം കേരളത്തിൻ്റെ മണ്ണിന് ആവശ്യമില്ല എന്നുള്ളതാണ്. നാം ഭക്ഷണം കഴിക്കുന്നു, മാലിന്യം പുറത്തു വരുന്നു, ആ മാലിന്യം മണ്ണിൽ വളമാകുന്നു, വീണ്ടും ആ ഒരു ചക്രം കേരളത്തിൽ മുറിഞ്ഞു പോകുന്നു. കേരളത്തിൽ ഭക്ഷ്യകൃഷിയിലേക്ക് ഇത് പോകുന്നില്ല. അതുകൊണ്ട് ഈ വളം കൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് വളമായി കിട്ടിയാൽ നമുക്കത് മാലിന്യമാണ്, വളമല്ല. അതുകൊണ്ട് ആ ശൃംഖല പൂർത്തീകരിക്കാനും ഭക്ഷ്യകൃഷി കേരളത്തിൽ അനിവാര്യമാണ്. അപ്പോൾ മാലിന്യ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കും, ആരോഗ്യ പ്രതിസന്ധി പരിഹരിക്കും. മറ്റൊന്ന് നമ്മുടെ ജൈവവൈവിധ്യമാണ്. ജൈവവൈവിധ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി. നമ്മുടെ ആയുർവേദം എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മേഖലകളിലൊന്ന് ആയുർവേദമാണ്. അത് ചികിത്സയായാലും മറ്റ് കാർഷിക മേഖലയായാലും ടൂറിസം ആയാലും ആയുർവേദം വലിയൊരു തൊഴിൽ മേഖലയാണ്. ആയുർവേദം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ജൈവ വൈവിധ്യം ഉള്ളത് കൊണ്ടാണ്. ജൈവ വൈവിധ്യം നശിച്ചാൽ, നമ്മുടെ സസ്യങ്ങളുടെ സ്വഭാവം നശിച്ചാൽ, മാറിയാൽ ആയുർവേദത്തിൻ്റെ ഗുണനിലവാരം കുറയും, ആയുർവേദം നശിച്ചു പോകും. അത് നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അത് ദീർഘകാലം, ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഒരു വലിയ ശക്തിയാണിത്. പ്രകൃതി എന്നൊരു ശക്തിയാണ്. നിരവധി കാലാവസ്ഥാ സോണുകൾ ഉള്ള, മൈക്രോ സോണുകളുള്ള ഒരു കേരളത്തിൽ നിരവധി സസ്യങ്ങൾ, ജീവരൂപങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് പ്രധാനമാണ്. പക്ഷേ ഇത് പറയുമ്പോൾ കൃഷി നമുക്ക് ഊന്നണം, ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ കൃഷി നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടി കാണാതെ പോയിക്കൂടാ. ഒരുപക്ഷെ കൃഷിമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു വെബിനാർ എന്ന അർത്ഥത്തിൽ അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെപ്പോലുള്ള ആളുകൾ വളരെ കാലമായി പരിസ്ഥിതി സംരക്ഷിക്കാൻ കർഷകർ തയ്യാറാവണമെങ്കിൽ കർഷകർക്ക് മാസം ശമ്പളം കൊടുക്കണം എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ. ഈ രാജ്യത്ത് അധ്യാപകൻ സേവനം ചെയ്യുന്നു, ഡോക്ടർ സേവനം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റാളുകൾ സേവനം ചെയ്യുന്നു. സേവനം ചെയ്യുന്നവർക്കൊക്കെ കൂലിയോ ശമ്പളമുണ്ട്. കർഷകൻ എന്താ വരുമാനം? സ്ഥിരമായി വരുമാനമില്ലാത്തത് കൊണ്ടാണ് ചെറുപ്പക്കാർ മിക്കവാറും കൃഷിയിലേക്ക് വരാത്തത്. മാത്രവുമല്ല, ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കടം വാങ്ങി കൃഷി നടത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുചെന്നാൽ അത് വിറ്റ് അതിൻ്റെ പണം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നിരവധി ഘടകങ്ങൾ എനിക്കെതിരാണ്. കാലാവസ്ഥാ മാറ്റം എനിക്കെതിരാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിളനാശങ്ങൾ എനിക്കെതിരാണ്. ഇനി മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മാർക്കറ്റിൽ അനിശ്ചിതത്വം എനിക്കെതിരാണ്. എനിക്ക് തേങ്ങ ഉണ്ടാവുന്ന കാലത്തായിരിക്കും തേങ്ങയുടെ വില ഏറ്റവും കുറഞ്ഞിരിക്കുക. ഞാൻ നെല്ല് കൊയ്യുന്ന കാലത്തായിരിക്കും നെല്ലിൻ്റെ വില ഏറ്റവും താഴ്ന്നിരിക്കുക. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ടാവണം. പേരിനൊക്കെ ഉണ്ട്. അവിടെയും എനിക്കൊരു ചെറിയ നിർദ്ദേശമുള്ളത്, നാണ്യവിളകൾക്കല്ല നാം സപ്പോർട്ട് കൊടുക്കേണ്ടത്, ഭക്ഷ്യവിളകൾക്കാണ്. റബ്ബറിന് നിങ്ങൾ സബ്സിഡി കൊടുത്താൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് യഥാർത്ഥത്തിൽ കർഷകനല്ല. കർഷകനൊരു ചെറിയ ഗുണം കിട്ടുമെങ്കിലും ആ ലാഭം കിട്ടുന്ന മുഴുവൻ ആ റബ്ബർ ഉപയോഗിക്കുന്ന വ്യവസായിക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ കേരളത്തിൽ അരിക്കോ പച്ചക്കറിക്കോ മുട്ടയ്ക്കോ മാംസത്തിനോ അതുപോലെ ഇവിടെ ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് സബ്സിഡി കൊടുക്കുന്നേക്കുക. അങ്ങനെ കൊടുത്താൽ, പച്ചക്കറിക്ക് സബ്സിഡി കൊടുത്താൽ പച്ചക്കറിക്ക് കൊടുക്കുന്ന സബ്സിഡി ആർക്കാണ് കിട്ടുന്നത്? ആ പച്ചക്കറി ഉപയോഗിക്കുന്ന കേരളത്തിലെ ആളുകൾക്കാണ്. ഒരു നഷ്ടമില്ല. ആ സമ്പത്ത് ഇവിടുന്ന് പോകുന്നില്ല. ഇവിടെ നല്ല പച്ചക്കറി ആളുകൾ കഴിക്കും, നല്ല പഴങ്ങൾ കഴിക്കും, നല്ലോണം മുട്ട കഴിക്കും, നല്ലോണം പാല് കഴിക്കും, കഴിക്കട്ടെ. ആ അർത്ഥത്തിൽ
അപ്പോൾ കേരളത്തിനെ ഒരു സുഭിക്ഷ കേരളം എന്ന് പറയുമ്പോൾ അതിനൊരു സമഗ്ര സമ്പദ് വ്യവസ്ഥയായിട്ട് നമ്മൾ എടുത്താൽ, അതിനെ നമുക്ക് പരമാവധി പരിപോഷിക്കാൻ ശ്രമിച്ചാൽ ഭക്ഷ്യകൃഷി, അതുമായി ബന്ധപ്പെട്ട മത്സ്യം, കന്നുകാലി വളർത്തൽ, ഇതെല്ലാം ചേർന്ന സമഗ്രമായ കൃഷി ഉണ്ടായിരിക്കണം. മാത്രവുമല്ല, കാർഷിക മേഖല നമ്മൾ കാണുമ്പോൾ മണ്ണിന് യോജിച്ചത്, കാലാവസ്ഥയ്ക്ക് യോജിച്ചത്, നമ്മുടെ സ്വഭാവത്തിന് യോജിച്ചത്, ഭക്ഷണത്തിന് യോജിച്ചത്, അങ്ങനെയാണ് ലോകത്ത് മുഴുവൻ വ്യവസ്ഥകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ്, അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചേർന്നാണ്. അങ്ങനെയാണ് അത് രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ പഴയകാല ഭക്ഷണം, ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിലും മറ്റ് സസ്യങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും നമുക്ക് നമ്മുടെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്താം. മണ്ണിനെ സംരക്ഷിക്കുമ്പോൾ വെള്ളം സംരക്ഷിക്കപ്പെടുന്നു, വെള്ളം സംരക്ഷിക്കപ്പെടുമ്പോൾ വായു സംരക്ഷിക്കപ്പെടുന്നു, നമ്മുടെ മാലിന്യങ്ങൾ ഇല്ലാതാവുന്നു, ആരോഗ്യമുണ്ടാകുന്നു, തൊഴിലുണ്ടാകുന്നു, ടൂറിസം പോലെയുള്ള മേഖലകൾ. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ കാണാനോ അല്ലെങ്കിൽ വലിയ വിമാനത്താവളങ്ങൾ കാണാനോ അല്ലെങ്കിൽ മെട്രോ റെയിൽ കാണാനോ ഒന്നുമില്ല. ഇതിനേക്കാളൊക്കെ വലുത് കണ്ടിട്ട് അവരോട് തന്നെ. നേരെ മറിച്ച് നമ്മുടെ പാടങ്ങൾ, നമ്മുടെ ജൈവവൈവിധ്യം, നമ്മുടെ കായലുകൾ, നമ്മുടെ വഞ്ചികൾ, നമ്മുടെ മത്സ്യം, ഇതൊക്കെ ആസ്വദിക്കാൻ അവർ വരുന്നത്. അതിനെ സംരക്ഷിക്കാതെ നിങ്ങൾക്ക് ടൂറിസം സംരക്ഷിക്കാനാവില്ല. അപ്പോൾ ടൂറിസം സംരക്ഷിക്കണമെങ്കിൽ നല്ല ഭക്ഷണം സംരക്ഷിക്കണം, നല്ല കൃഷി സംരക്ഷിക്കണം, നല്ല ജലം സംരക്ഷിക്കണം, നല്ല സാമൂഹ്യാവസ്ഥ സംരക്ഷിക്കണം, നല്ല പാരിസ്ഥിതിക സന്തുലനം സംരക്ഷിക്കണം. അതിനെല്ലാം ചേർന്ന്, അപ്പോൾ ഇത് കൃഷി എന്നത് മാത്രമല്ല, കൃഷിയെ സമഗ്രമായ ഒരു വ്യവസ്ഥയാക്കി കാണണം. അങ്ങനെയാണ് കർഷകൻ എപ്പോഴും ഒരു നാടിൻ്റെ നട്ടെല്ല് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിൻ്റെ നാഡി വ്യൂഹം കർഷകനാവുന്നത്. അങ്ങനെ കർഷകൻ പ്രാധാന്യമുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നമുക്ക് പോകണം. ഇന്ന് നമുക്ക് അങ്ങനെയല്ല നടക്കുന്നത്. കൃഷി മേഖലയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തിൻ്റെ വളരെ ചെറിയൊരു പങ്കേ കർഷകന് കിട്ടുന്നുള്ളൂ. അതുപോലെ ഇത് നമുക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. തീർച്ചയായും ഈ വെബിനാർ ആ അർത്ഥത്തിൽ വലിയ സംഭാവനകൾ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Distinguished delegates, my dear fellow participants, very good morning to all of you. At the outset, let me thank the organizers, that is Kite Foundation, for having invited me to deliver this particular topic on climate change and food security in this important event. Of course, this is the first time I am delivering a webinar speech, but I do not know how far it will be effective. And now we are all in fear of COVID-19, a pandemic threatening our lives. That means we are all physically present now here and mentally looking at COVID, how to come out of it from the threat. And food security too is in threat. But of course I am not going in detail into that. Let me concentrate on my own topic assigned to me, that is on climate change and food security. Of course, at the global level, what is happening to climate change issues? At the regional level, that means country as a whole, what is happening? At the state level, of course, you want me to speak more on Kerala, there what is happening. That is what I am going to tell. At the global level, of course, all those things, when we say global warming and climate change, it is mostly related to the presence of atmospheric CO2. More and more atmospheric CO2 means more and more rise in temperature. The models in 2006 indicated that at 400 ppm, the carbon at 400 ppm, the temperature rise is likely to be 0.8 to 2 plus. At 450 pm, 1.1 to 3 degrees Celsius plus. At 550 pm, it is 1.8 to 4.4 ppm. What does it mean? If the CO2 level increases from 400 ppm to 550 ppm, temperature rise is likely to be 0.8 to 1.8 at lower level. At the same time, at upper level, it is between 2.4 and 4.4. How to test this thing? Of course, all the models give little bit of higher values. When you look at this scenario, now we have crossed 400 ppm. What was the model indication? It was 1.8 to 2 plus degrees Celsius.
now we are at less than 1 degree Celsius. That means lower level of estimates by 2100 AD is likely to be. That means it is around 1.5 to 2 degrees Celsius is likely to be the increase by the end of 2100 AD, depending upon the levels of carbon dioxide. If that is the case, what happens to climate change? Of course, as far as I am concerned, and in my view, climate change may not be direct effect, but it may be having indirect effect on food security through climate variability. That means the occurrence of floods, droughts, heat waves, cold waves, to some extent saline water, that means sea level temperature. These weather aberrations are likely to influence the food security, and the frequency of them is likely to be increasing with increase in global warming. That is what we can stop at this. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വെബിനാർ ഇവിടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ ചിന്തോദ്ദീപകവും പഠനാർഹവുമായിട്ടുള്ള ഒരു നല്ലൊരു വെബിനാറായിരുന്നു. വളരെ വിദഗ്ധരായിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ കൂടെ ഇന്നത്തെ വെബിനാറിൽ ചർച്ചയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് നല്ല ആശയങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടിയത് ഉറപ്പായിട്ടും ഭാവിയിലേക്കുള്ള ഒരു നല്ല മുതൽക്കൂട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും നമ്മുടെ യുവ സമൂഹത്തിനും മറ്റേ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗദർശിനിയായിരിക്കും. കാരണം അവർ കടന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരാണ് ഭാവിയുടെ മുതൽക്കൂട്ട്. അവർ കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ സ്വയം പര്യാപ്തത എന്നുള്ള ലക്ഷ്യം, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ള ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വെബിനാർ വളരെ അധികം നമ്മളെ പല രീതിയിലും പല കാര്യങ്ങളിലും ബോധവാന്മാരാക്കുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഈ കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഫേസ്ബുക്ക് പേജിലും പിന്നെ യൂട്യൂബ് പേജിലും ഈ വെബിനാർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണാത്തവർ വന്ന് കാണാൻ ശ്രമിക്കണം. കണ്ടവർ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യത്തിൽ കാണാൻ ശ്രമിക്കണം. കാരണം കാർഷിക മേഖലയിലേക്ക് എല്ലാവരും കടന്നു വരുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ അനിവാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ പുനർജീവനയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ഈ വെബിനാർ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട കാർഷിക മന്ത്രിയായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ സാറാണ്. അപ്പോൾ സുനിൽകുമാർ സാറ് കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ പുനർജനി പദ്ധതിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു. കാരണം 1000 ഏക്കറിൽ കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയൊരു സമ്പത്താണ്. അപ്പോൾ അതുപോലെ തന്നെ വെബിനാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം നമ്മുടെ വെബിനാറിലേക്ക് കടന്നു വന്നത്, ഉദ്ഘാടനത്തിന് വേണ്ടി കടന്നു വന്നതും. നമ്മുടെ സുഭിക്ഷ കേരളം പദ്ധതിക്കും ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ സുനിൽകുമാർ സാറാണ്. അപ്പോൾ വെബിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിന് നമ്മുടെ കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അദ്ദേഹത്തിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശേഖർ ലൂക്കോ കുര്യാക്കോസ് സാറ്, അദ്ദേഹം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയാണ്. അപ്പോൾ കേരളം ഡിസാസ്റ്റേഴ്സിനോട് എത്രത്തോളം വൾണറബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ അത് സമൂഹം അറിഞ്ഞിരിക്കേണ്ടത് വലിയൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനിൽ നമ്മുടെ വെബിനാറിൽ പങ്കെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള നമ്മൾ എത്രത്തോളം വൾണറബിൾ ആണ് എന്നുള്ള കാര്യത്തിലുള്ള അറിവുകൾ തന്നതിന് അദ്ദേഹത്തിന് കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ GS തലച്ചി പ്രസാദ റാവു സാറ്, അദ്ദേഹം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളൊരു പ്രൊഫസറാണ്. അതുപോലെ തന്നെ അക്കാഡമി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് കാലാവസ്ഥ വ്യതിയാനം എത്രത്തോളമാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്നുള്ള വിഷയത്തിൽ നമുക്ക് വലിയ നല്ലൊരു ടോക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനും ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഡയറക്ടർ ഓഫ് റിസർച്ച് ആയിട്ട് റിട്ടയർ ആയിട്ടുള്ള പ്രൊഫസറാണ് ഡോക്ടർ ഇന്ദിരാദേവി മാഡം. അപ്പം മാം നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത്.
കേരള സമൂഹം സ്വയം പര്യാപ്തമാവേണ്ടതിൻ്റെ ആവശ്യകതയും അതിന് നേരിടേണ്ട ചലഞ്ചസും പിന്നെ അതിൻ്റെ സ്ട്രാറ്റജീസും എന്തൊക്കെയാണെന്നാണ് മാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ വെബിനാറിൽ പങ്കെടുത്തതിന് മാമിനോടും കൈറ്റ്സ് ഫൗണ്ടേഷന് നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ജിജു പി അലക്സ് സാറ്, അപ്പം അദ്ദേഹം നമ്മുടെ ഒരു ഡിസാസ്റ്റർ റെസിലിയൻറ്റ് കമ്മ്യൂണിറ്റി ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടും ഈ വെബിനാറിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിനോടും കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗോപകുമാർ സാറ്, ഡോക്ടർ ഗോപകുമാർ ചോലയിൽ, അദ്ദേഹം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിഫിക് ഓഫീസറാണ്. അപ്പോൾ നമ്മുടെ കാർഷിക മേഖലയെ ഡിസാസ്റ്റേഴ്സ് എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മുടെ വെബിനാറിൽ പങ്കെടുത്തതിന് ഇത്തരത്തിലുള്ള നല്ല വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിനും അദ്ദേഹത്തിനോട് കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ സാറ്, അദ്ദേഹം ഒരു എൻവയൺമെൻ്റലിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു റൈറ്ററാണ്, പിന്നെ എൻവയൺമെൻ്റൽ ആക്ടിവിസ്റ്റാണ്. അപ്പം അദ്ദേഹം നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ കാർഷിക മേഖലയിൽ ഉള്ള ഭൂമി കുറഞ്ഞു വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെബിനാറിൽ പങ്കെടുത്തതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല വിവരങ്ങൾ നമുക്ക് കൈമാറിയതിനും അദ്ദേഹത്തിനോടും നമ്മുടെ കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് നമ്മുടെ ലൈവ് ആയിരുന്നു, ഈ ലൈവ് സെക്ഷൻ കാണാനായിട്ട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ശ്രോതാക്കളോടും നമ്മുടെ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, അപ്പം നമ്മുടെ ഈ വെബിനാർ എല്ലാവരും വന്ന് കാണാൻ ശ്രദ്ധിക്കണം. കാരണം ഈ വെബിനാറിൽ ഒരുപാട് നല്ല വിവരങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഈ വെബിനാറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഇത് കാണാൻ പറയണം. കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഈ വെബിനാർ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും ഈ വെബിനാർ ഇത്രയും നേരം കണ്ടിരുന്നതിന് ശ്രോതാക്കൾക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ കാർഷിക സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പിന്നെ ഓൾറെഡി കർഷകരായിട്ടുള്ള എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.